ശിവയുടെ ജീപ്പ് അതിവേഗത്തിൽ അവന്റെ വീടിനു മുന്നിൽ വന്നു. ധാരാളം മുറികളും നീണ്ട വരാന്തയുമുള്ള വളരെ മനോഹരമായി പണിത വലിയ വീടാണ് അവൻ്റേത്. ശിവയുടെ വീട്ടിൽ അപ്പോൾ ശിവയുടെ എല്ലാമെല്ലാമായ അമ്മാവൻ മക്കൾക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പുറത്ത് ജീപ്പിന്റെ ശബ്ദം കേട്ടപ്പോൾ അമ്മാവൻ വേഗത്തിൽ എണീറ്റ് കൈ കഴുകി പുറത്തേക്ക് വന്നു. ശിവ അപ്പോൾ നന്നേ കലിപ്പിലായിരുന്നു. എന്തായി ശിവ പോയിട്ട്? അമ്മാവൻ അവനോട് ചോദിച്ചു. ഹോസ്പിറ്റലിന്റെ ഗ്ലാസ് അടക്കം എല്ലാം അടിച്ചു തകർത്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ അയാൾ പുതിയ ബിൽഡിങ്ങും വാങ്ങി ഹോസ്പിറ്റലാക്കി ഉദ്ഘാടിക്കേണ്ട. ശിവയുടെ വാക്കുകളിൽ ദേഷ്യം തിളയ്ക്കുകയായിരുന്നു. ശിവയുടെ കുടുംബത്തിന്റെ ആജന്മ ശത്രുവായ രാഘവൻ നായരുടെ പുതുതായി തുടങ്ങാൻ പോകുന്ന ഹോസ്പിറ്റൽ തല്ലി തകർത്തുള്ള വരവാണ്. ശിവ അത് പറഞ്ഞു കേട്ടപ്പോൾ അമ്മാവനായ ദിവാകരന്റെ മുഖം നന്നായി തെളിഞ്ഞു. നന്നായി മോനെ, നമ്മുടെ കുടുംബം തകർത്തവനവൻ. നിന്റെ അച്ഛനെ കള്ളചാരായത്തിൽ വിഷം കലർത്തി കൊന്ന ഓർമ്മ നിനക്ക് എന്നും വേണം. മരിക്കുവോളം ആ പകയും നിന്റെ മനസ്സിലുണ്ടാകണം. അല്ല, നീ വക്കീലിനെ വിളിച്ചിരുന്നോ? അപ്പോൾ തന്നെ അമ്മാവന്റെ അടുത്ത ചോദ്യമെത്തി. ഓ, വരുന്ന വഴിക്ക് വിളിച്ചു. വക്കീൽ ജാമ്യമെടുക്കാൻ സ്റ്റേഷനിലേക്ക് എത്തിക്കോളും. അപ്പോഴേക്കും ഞാൻ അങ്ങ് ചെല്ലട്ടെ. വെറുതെ പോലീസിനെ കൊണ്ട് ഈ പടി കയറ്റിക്കേണ്ട, ശിവ പറഞ്ഞു. ആൺകുട്ടികളുള്ള വീട്ടിൽ ചിലപ്പോൾ പോലീസ് കയറിയെന്നൊക്കെ വരും. എന്നാലും നിനക്ക് അഭിമാനിക്കാം. നീ നിന്റെ അച്ഛൻ്റെ നല്ല തൻ്റേടിയായ മോനല്ലേ. അമ്മാവൻ അവനെ അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടി. അത് കേട്ടപ്പോൾ ശിവ ചിരിച്ചുകൊണ്ട് അഭിമാനത്തോടെ അകത്തേക്ക് കയറി. അവൻ്റെ റൂമിൽ ചെന്ന് ഷർട്ട് മാറ്റി വേറെ ഒരെണ്ണം എടുത്തിട്ടു. കണ്ണാടിയിൽ ഒന്ന് നോക്കി മുടി ചീകിക്കൊണ്ട് പുറത്തേക്കിറങ്ങി. ശിവ ഉമ്മറത്തേക്ക് പോകുന്നത് ശിവയുടെ അമ്മ റൂമിൽ നിന്ന് കണ്ടു. അവൻ്റെ അമ്മയായ സത്യാവതി ടീച്ചർ സുഖമില്ലാതെ കിടപ്പിലാണ്. അവർ അവനെ അരികിലേക്ക് വിളിക്കാൻ തുടങ്ങുമ്പോഴേക്കും അവൻ ഉമ്മറത്തേക്ക് പോയിരുന്നു. അമ്മാവാ, ഞാനൊന്ന് പോയിട്ട് വരാം. സ്റ്റേഷനിൽ ചെന്ന് ജാമ്യം എടുപ്പിച്ചിട്ട് വേഗം വരാം. ഉമ്മറത്തെത്തിയ ശിവ അമ്മാവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. നീ ധൈര്യമായിട്ട് പോടാ. രാഘവനോടുള്ള ദേഷ്യം എന്നും നിന്റെ മനസ്സിലുണ്ടാവണം. ഇപ്പോൾ അവരുടെ ഹോസ്പിറ്റൽ അടിച്ചു പൊളിച്ചത് ഒരു റിവഞ്ചായിട്ട് കണ്ടാൽ മതി. അത് ചെയ്യാൻ കഴിഞ്ഞതോർത്ത് എന്നും നിന്റെ മനസ്സ് സന്തോഷിക്കണം. നീ പോയി വാ മോനെ. അമ്മാവൻ അവൻ്റെ തോളിൽ തട്ടി. ശിവ അത് കേട്ടുകൊണ്ട് മുറ്റത്തേക്കിറങ്ങി ജീപ്പ് സ്റ്റാർട്ടാക്കി. അവൻ്റെ ജീപ്പ് കടന്നു പോകുന്നത് അമ്മാവൻ നോക്കി നിന്ന് ചിരിച്ചു. അപ്പോൾ അകത്തു നിന്നും സത്യാവതി ടീച്ചർ അവിടുത്തെ ജോലിക്കാരിയായ സുമതിയെ നീട്ടി വിളിച്ചു. ടീച്ചർ ശരീരം തളർന്നു കിടപ്പിലായിട്ട് ഇപ്പോൾ 3 വർഷത്തോളമായി. അവിടുത്തെ ജോലിക്കാരി സുമതിയാണ് ടീച്ചറുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. ഭർത്താവ് ഉപേക്ഷിച്ച് പോകാനൊരിടമില്ലാതെ നിൽക്കുകയായിരുന്ന സുമതിക്ക് ശിവയുടെ വീട്ടിലെ ജോലി വലിയൊരാശ്വാസമായിരുന്നു. ടീച്ചറെ സുമതി പൊന്നുപോലെയാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ കിടപ്പിലാണെങ്കിലും ടീച്ചർക്ക് യാതൊരു ബുദ്ധിമുട്ടും അവിടെയില്ല. വിളിച്ചാൽ വിളിപ്പുറത്ത് അവരുടെ പ്രിയ സഹായി സുമതി ഉണ്ടാകും. സുമതി മുറ്റത്ത് തുണി അലക്കി വിരിക്കുമ്പോഴാണ് സത്യാവതി ടീച്ചറുടെ നീട്ടിയുള്ള വിളി കേൾക്കുന്നത്. വിളി കേട്ടതും സുമതി വേഗത്തിൽ ബക്കറ്റ് അവിടെ വെച്ച് ടീച്ചർക്കരികിലേക്ക് ഓടിയെത്തി. എന്താ അമ്മയെ വിളിച്ചത്? സുമതി ടീച്ചറുടെ അടുക്കലേക്ക് വന്ന് സ്നേഹത്തോടെ ചോദിച്ചു. ശിവ വന്നിരുന്നു അല്ലേ? അവൻ പോകുന്നത് ഞാൻ ഒരു മിന്നായം പോലെ കണ്ടു. ഗോവിന്ദനുമായി സംസാരിക്കുന്നത് കേട്ടല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ സുമതിയെ? ടീച്ചർ സുമതിയെ നോക്കി. ശിവ ഹോസ്പിറ്റൽ തല്ലിപ്പൊട്ടിച്ച കാര്യവും സ്റ്റേഷനിലേക്ക് പോയതാണെന്നുമൊക്കെ അമ്മാവൻ ഗോവിന്ദനുമായി സംസാരിക്കുന്നത് സുമതി കേട്ടിരുന്നെങ്കിലും അത് ടീച്ചറോട് തുറന്നു പറയാൻ അവൾക്കെന്തോ പേടിയുണ്ടായിരുന്നു. കിടപ്പിലാണെങ്കിലും എന്നും ശിവയെക്കുറിച്ചുള്ള ആദിയാണ് ടീച്ചർക്കെന്ന് സുമതിക്ക് അറിയാമായിരുന്നു. അവനൊരു വിവാഹം കഴിച്ചു കാണാനും കുഞ്ഞുങ്ങളുണ്ടായി കാണാനും നല്ല രീതിയിൽ ജീവിക്കാനും ആ അമ്മ ആഗ്രഹിക്കുന്നതിന് അതിരുകളില്ല. പക്ഷേ എന്നും അമ്മാവൻ്റെ വാക്ക് കേട്ട് മാത്രം ജീവിക്കുന്ന ശിവയ്ക്ക് ജീവിതത്തിൽ ഒരു പെണ്ണ് വരുന്നതിനെക്കുറിച്ചോ അവൻ്റെ ഭാവിയെക്കുറിച്ചോ ഒന്നും ഒരു തോന്നലുകളും ഇല്ലായിരുന്നു. അച്ഛൻ്റെ പഴയ സുഹൃത്തായ രാഘവനോടും കുടുംബത്തോടുമുള്ള ശത്രുതയും അവരോടുള്ള പകരം വീട്ടലുകളും മാത്രമായി നടക്കുന്ന ഒരാളായിരുന്നു ശിവ. എന്നും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും സ്റ്റേഷൻ കയറി ഇറങ്ങുന്നതും ജയിലിൽ പോകുന്നതും ജാമ്യമെടുക്കുന്നതുമൊന്നും ശിവയ്ക്ക് പുത്തരിയല്ല. എല്ലാം അവൻ്റെ ജീവിതത്തിലെ സാധാരണ സംഭവമായി മാറിയിരുന്നു. എല്ലാം കണ്ടുകൊണ്ട് അവനെ ഒന്ന് തിരുത്താനാവാതെ ഉപദേശിക്കാൻ പോലും ആകാതെ ചങ്ക് പൊട്ടുന്ന വേദനയും സഹിച്ചാണ് സത്യാവതി ടീച്ചർ എന്നും കഴിഞ്ഞു പോകുന്നത്. ശിവ അന്ന് ചെയ്ത കാര്യങ്ങളെല്ലാം സുമതിക്ക് മനസ്സിലായെങ്കിലും ടീച്ചറുടെ മനസ്സ് വെറുതെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി സുമതി ഒന്നും പറഞ്ഞില്ല. ശിവ ഫാക്ടറിയിൽ നിന്ന് വന്ന് എന്തോ എടുത്ത് തിരികെ പോകുന്നത് കണ്ടു. എന്തോ ബില്ലോ മറ്റോ ആണെന്ന് തോന്നുന്നു. സുമതി ഒന്നും അറിയാത്ത പോലെ പറഞ്ഞു.
ഈ ഉച്ച സമയത്ത് വന്നിട്ട് കുട്ടി ഭക്ഷണം കഴിക്കാൻ നിന്നില്ലേ? ടീച്ചർ സുമതിയോട് ചോദിച്ചു. ഇല്ല, എന്തെങ്കിലും അത്യാവശ്യം കാണും. ചിലപ്പോൾ ഇപ്പൊ തന്നെ തിരികെ വരാൻ മതി. അമ്മ വിഷമിക്കേണ്ട. കുടിക്കാൻ വെള്ളം വേണോ? സുമതി അവരോട് ചോദിച്ചു. ഇപ്പോൾ ഒന്നും വേണ്ട. കുട്ടി എങ്ങോട്ടേലും ഇറങ്ങിപ്പോകുന്നത് കാണുമ്പോഴും പുറത്തു പോയതാണെങ്കിലുമൊക്കെ ഒരാവലാതിയാണ്. അവൻ്റെ സ്വഭാവം ഒന്ന് മാറിക്കിട്ടാൻ ഞാൻ വിളിക്കാത്ത ദൈവങ്ങളില്ല. വയ്യാതെ ഇങ്ങനെ കിടക്കുന്നതിലും ഭേദം നരകിക്കാതെ മരിച്ചു പോകുന്നതാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഈ ജീവൻ പെട്ടെന്നങ്ങ് പോയാലും എനിക്കൊരു കുഴപ്പവുമില്ല. പക്ഷേ അവനിങ്ങനെ നടക്കുന്നിടത്തോളം കാലം എനിക്ക് മരിക്കാൻ പോലും പേടിയാവുകയാ. അടിയും പിടിയും തല്ലും കൂട്ടവുമൊക്കെയായി എൻ്റെ മോൻ്റെ ജീവിതം എന്താകും? അവനൊന്ന് നന്നായി കാണാനുള്ള ആഗ്രഹം മാത്രമേയുള്ളൂ. കൃഷ്ണ, ഗുരുവായൂരപ്പ, എൻ്റെ കുട്ടിയെ നീ തന്നെ കാത്തോളണേ. ടീച്ചറുടെ കണ്ണുകൾ നിറഞ്ഞു, ചുണ്ടുകൾ വിറച്ചു. സുമതി അപ്പോൾ ടീച്ചർക്കരികിലിരുന്ന് അവരുടെ കണ്ണ് തുടച്ചു കൊടുത്തു. കരയല്ലേ അമ്മേ, ഒക്കെ ശരിയാവും. അമ്മ വിഷമിക്കല്ലേ. സുമതി അവരുടെ തലയിൽ തലോടി. പുറത്തുപോയ ശിവ സന്ധ്യയോടെയാണ് തിരികെ എത്തിയത്. അമ്മാവൻ ഗോവിന്ദനും ഭാര്യയും മക്കളും ഭാര്യയുടെ കുടുംബത്തിൽ ഒരു കല്യാണത്തിന് പോയിരിക്കുകയായിരുന്നു. നേരം സന്ധ്യ മയങ്ങിയിരുന്നു. ശിവ തിരികെ എത്തുമ്പോൾ അവൻ്റെ വീടിൻ്റെ ഉമ്മറക്കോലായിൽ സുമതി വിളക്ക് വെച്ചിരുന്നു. അമ്മയെ താങ്ങിപ്പിടിച്ച് വീൽചെയറിലിരുത്തി വിളക്കിനരികത്തേക്ക് എത്തിച്ചിരുന്നു. അപ്പോളാണ് ശിവയുടെ ജീപ്പ് അവിടെ വന്ന് നിന്നത്. ശിവ ജീപ്പിൽ നിന്നിറങ്ങി ഉമ്മറത്തേക്ക് കയറി. ടീച്ചർ വീൽചെയറിലിരുന്ന് അവനെ നോക്കിയെങ്കിലും അമ്മയുടെ മുഖത്തേക്ക് നോക്കാൻ ശിവയ്ക്ക് എന്തോ വല്ലാത്ത മടിയുണ്ടായിരുന്നു. അവൻ വിളക്കിലേക്കൊന്ന് നോക്കിക്കൊണ്ട് അമ്മയുടെ സൈഡിലൂടെ തല താഴ്ത്തി അകത്തേക്ക് കയറുമ്പോൾ ടീച്ചർ അവനെ വിളിച്ചു. ശിവ, നീ എവിടെ പോയിട്ട് വരികയാ? ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോലും നിൽക്കാതെ ഇറങ്ങിപ്പോയതല്ലേ? ഇപ്പോ ദേ നേരം സന്ധ്യയായി. എവിടായിരുന്നു കുട്ടിയെ നീ? അമ്മയെ കണ്ടിട്ട് നീ എന്താ മിണ്ടാതെ പോകുന്നത്? ഓരോ ദിവസം കഴിയുന്തോറും നിനക്ക് അമ്മയോട് അത്രയ്ക്ക് വെറുപ്പായി തുടങ്ങുകയാണോ? സത്യാവതി ടീച്ചർ കരച്ചിൽ അടക്കിപ്പിടിച്ച് വിറച്ചുകൊണ്ട് ശിവയോട് ചോദിച്ചു. സത്യത്തിൽ അവനോടത് ചോദിക്കുമ്പോൾ അവരുടെ കണ്ണുകൾ രണ്ടും വല്ലാതെ നിറഞ്ഞിരുന്നു. പെട്ടെന്ന് അമ്മയുടെ ചോദ്യം കേട്ടപ്പോൾ ശിവയ്ക്ക് എന്തോ പോലെയായി. ജീപ്പിന്റെ താക്കോൽ കയ്യിലിട്ട് തിരിച്ചുകൊണ്ട് ഒരു നിമിഷം അവൻ അവിടെ നിന്നു. ഒന്നുമില്ല അമ്മ, ഞാൻ കുറച്ച് കാര്യങ്ങളും തിരക്കൊക്കെ ആയിട്ട് അങ്ങനെ. 1-2 ആളെ കാണാനുണ്ടായിരുന്നു. ശിവ അമ്മയുടെ മുഖത്ത് നോക്കാതെ പറഞ്ഞു. ടീച്ചർ അപ്പോൾ വീൽചെയർ തിരിച്ച് ചെറുതായൊന്നുരുട്ടി ശിവയ്ക്ക് അരികിലേക്ക് ചെന്നു. എന്നിട്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. പണ്ട് ഇങ്ങനെയൊന്നുമായിരുന്നില്ല നീ. എൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ടല്ലാതെ ഒരു വാക്കുപോലും പറയാറില്ലായിരുന്നു. ഇപ്പോൾ കുട്ടിക്ക് അമ്മയുടെ മുഖം കാണാൻ പോലും മടുപ്പായി തുടങ്ങിയല്ലേ? എന്തിനാ മോനെ ഇങ്ങനെ തല്ലും വഴക്കുമൊക്കെ ആയിട്ട് സമ്പാദിച്ചു കൂട്ടിയിട്ട്? 2 തലമുറക്ക് കഴിയാനുള്ളത് അച്ഛൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. നീ കയറി വരുമ്പോൾ നിന്നെ മുഷിപ്പിക്കാൻ ചോദിക്കുകയല്ല അമ്മ. അല്ലാതെ എന്തെങ്കിലും ചോദിക്കാൻ അമ്മയ്ക്ക് നിന്നെ കിട്ടാഞ്ഞിട്ടാ. കട്ടിലിൽ കിടന്നുകൊണ്ട് ഒരു മിന്നായം പോലെ നിന്നെ കാണാൻ കിട്ടുകയുള്ളൂ. അത് കണ്ട് അമ്മ വിളിക്കാൻ നോക്കുമ്പോഴേക്കും നീ അങ്ങ് പോയിട്ടുണ്ടാകും. ടീച്ചറുടെ വിഷമം വിറയലോടെ പറഞ്ഞൊപ്പിക്കുമ്പോൾ ശിവയ്ക്ക് തിരിച്ചു പറയാൻ വാക്കുകളുണ്ടായിരുന്നില്ല. അവനൊന്നും പറയാതെ തല താഴ്ത്തിയിട്ട് അങ്ങനെ നിന്നു. ഞാൻ പറഞ്ഞല്ലോ അമ്മ, കുറച്ച് തിരക്കിലായിപ്പോയി. ഞാനൊന്ന് ചെന്ന് മേല് കഴുകട്ടെ. മറ്റൊന്നും പറയാതെ ശിവ അമ്മയിൽ നിന്ന് ഒഴിഞ്ഞുമാറി അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ടീച്ചർ വീണ്ടും അവനെ വിളിച്ചു. വിളക്കിന് മുന്നിൽ കൂടെയല്ലേ കുട്ടിയെ നീ കയറി പോകുന്നത്? ഒന്ന് തൊഴുതിട്ടെങ്കിലും പോയിക്കൂടെ? മുന്നോട്ട് നടന്ന ശിവ അത് കേട്ടപ്പോൾ ഒന്നവിടെ നിന്നു. ശേഷം തിരിഞ്ഞു നിന്ന് വിളക്കൊന്ന് കൈകൊണ്ട് തൊഴുതു. എന്നിട്ട് വേഗം അകത്തേക്ക് സ്റ്റെയർ കയറിപ്പോയി. അവനിപ്പോൾ എൻ്റെ പണ്ടത്തെ ശിവയേ അല്ല. ആളാകെ മാറിയിരിക്കുന്നു. ഓരോ ദിവസം കഴിയുന്തോറും സ്വഭാവത്തിലൊക്കെ വല്ലാതെ മാറ്റം വരികയാണ്. ഇപ്പോൾ കാണുമ്പോൾ എൻ്റെ മോനാണെന്ന് പോലും വിശ്വസിക്കാൻ കഴിയുന്നില്ല. അത്രയ്ക്ക് ഞാനും അവനും തമ്മിൽ അകന്നുപോയി. അന്യരോടുള്ള പോലെ 1-2 വാക്ക് സംസാരിച്ചാലായി. എന്താ എൻ്റെ കുട്ടിക്ക് പറ്റിയത്? പഴയ കളിയും ചിരിയുമൊക്കെയുള്ള എൻ്റെ മോനെ എനിക്ക് തിരികെ തരണേ ഭഗവാനെ. ടീച്ചർ വിളക്കിന് മുൻപിൽ കൈകൂപ്പിക്കൊണ്ട് വിങ്ങിപ്പൊട്ടി. സുമതി അപ്പോൾ ടീച്ചറുടെ അരികിൽ നിന്ന് തോളിൽ തട്ടി സമാധാനിപ്പിച്ചു. നിറഞ്ഞു തുളുമ്പുന്ന കണ്ണുകളോടെ ആ വിളക്കിന് മുന്നിൽ ശിവയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വീടിൻ്റെ നീളൻ മുറ്റത്തിനപ്പുറം ഗേറ്റിനടുത്ത് ഒരു വണ്ടി വന്ന് നിന്നതായി ടീച്ചർ കാണുന്നത്. ആരോ ഒരാൾ കാറിൽ നിന്നിറങ്ങി ഗേറ്റ് തുറന്നു. കാർ അപ്പോൾ ഗേറ്റ് കടന്ന് കുറച്ചകത്തേക്ക് കയറി. ആളെ മനസ്സിലാവാതെ ടീച്ചർ ഉമ്മറത്തിരുന്ന് അങ്ങോട്ട് നോക്കി.
സുമതിക്കും ആളെ പരിചയമില്ലായിരുന്നു. ആരാ സുമതിയെ? മുഖപരിചയം തോന്നുന്നില്ലല്ലോ. ടീച്ചർ അപ്പോൾ സുമതിയോട് ചോദിച്ചു. അറിയില്ല. സുമതി ടീച്ചറെ നോക്കി. അവർ രണ്ടുപേരും സംശയത്തോടെ ആ ഗേറ്റ് തുറന്ന ആളെ നോക്കുമ്പോഴാണ് കാറിന്റെ ഡോർ തുറന്ന് ഒരു പെൺകുട്ടി ഇറങ്ങിയത്. മെറൂൺ കളറിൽ ചന്ദന കളർ എംബ്രോയിഡറി വർക്കുള്ള ചുരിദാറായിരുന്നു വേഷം. നല്ല വൃത്തിയിൽ മടക്കിയ ചന്ദന കളർ ഷോൾ ചുരിദാറിന് മേലെ ധരിച്ചിട്ടുണ്ട്. മുടി നല്ല വൃത്തിയിൽ മാടിക്കെട്ടി നെറ്റിയിൽ ഒരു ചുവന്ന പൊട്ടൊക്കെ തൊട്ട് കാണുമ്പോൾ ശരിക്കും ദേവിയെപ്പോലെ ഒരു പെൺകുട്ടി. അവൾ കാറിന്റെ ഡോർ അടച്ചുകൊണ്ട് ഉമ്മറത്തേക്ക് നോക്കി. സുമതിയും സത്യാവതി ടീച്ചറും അപ്പോൾ വന്നവരെ മനസ്സിലാവാതെ അവരെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. ഉമ്മറത്ത് സന്ധ്യാദീപം കണ്ടപ്പോൾ ആ പെൺകുട്ടി ഒന്ന് അതിലേക്ക് നോക്കി തൊഴുതു. ശേഷം മെല്ലെ മുന്നോട്ട് കാല് വെച്ചുകൊണ്ട് ഉമ്മറത്തേക്ക് വന്നു. മോളെ, ശിവയുടെ ജീപ്പ് ഇവിടെയുണ്ട്, അങ്ങോട്ട് കയറി പോകണോ? പെൺകുട്ടിയോടൊപ്പമുള്ളയാൾ ചെറിയൊരു പേടിയോടെ അവളോട് ചോദിച്ചു. പേടിക്കേണ്ട രാമേട്ടാ, രാമേട്ടനോട് ഞാൻ വരുമ്പോൾ പറഞ്ഞില്ലേ രാമേട്ടൻ ഒരു കുഴപ്പവും ഉണ്ടാവില്ല എന്ന്. അമ്മയെ കാണാനാണ് ഞാൻ വന്നത്. അമ്മ ദേ ഉമ്മറത്തുണ്ട്. ആ പെൺകുട്ടി ഉമ്മറത്തിരിക്കുന്ന സത്യാവതി ടീച്ചറുടെ മുഖത്തേക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നന്നായി നോക്കുന്നുണ്ടായിരുന്നു. അവളും കൂടെയുള്ളയാളും ഉമ്മറത്തേക്കെത്തി. കൂടെയുള്ള ആൾക്ക് നന്നായി പേടിയുണ്ടായിരുന്നെങ്കിലും ആ പെൺകുട്ടിയിൽ പേടിയൊന്നും കാണാനില്ലായിരുന്നു. ഉമ്മറത്തെത്തിയതും വിളക്ക് നോക്കി ഒന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് അവൾ ടീച്ചറെ നോക്കി സ്നേഹത്തോടെ ചിരിച്ചു. ആരാണെന്ന് മനസ്സിലായില്ലെങ്കിലും ആ പെൺകുട്ടിയെ കണ്ട് വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയ പോലെ ടീച്ചർ അവളുടെ മുഖത്തേക്ക് നന്നായി നോക്കി. തെളിഞ്ഞു കത്തുന്ന വിളക്കിനേക്കാൾ ശോഭയുണ്ടായിരുന്നു അവളുടെ മുഖത്തിനപ്പോൾ. ആരാ കുട്ടിയെ? മനസ്സിലായില്ലല്ലോ. ടീച്ചർ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അമ്മയ്ക്ക് എന്നെ അറിയാൻ വഴിയില്ല. മുൻപ് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കുറേയായി ഞാൻ നാട്ടിലില്ലായിരുന്നു. ഞാൻ തെക്കേടത്ത് വീട്ടിലെയാ. രാഘവൻ നായരുടെ മോളാ, അഞ്ജലി. അവൾ അത് പറഞ്ഞപ്പോൾ ടീച്ചർ ഒരു നിമിഷം ഒന്ന് ഞെട്ടി. കാരണം വന്നിരിക്കുന്നത് ശിവയുടെ ഏറ്റവും വലിയ ശത്രുവിൻ്റെ മോളാണ്. ശിവയാണെങ്കിൽ അകത്തുണ്ട്. കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കുമെന്നറിയില്ല. അഞ്ജലിയെ കണ്ടപ്പോൾ വല്ലാതെ ഇഷ്ടപ്പെട്ടെങ്കിലും അവൾ രാഘവൻ നായരുടെ മോളാണെന്ന് പറഞ്ഞപ്പോൾ ടീച്ചർക്കെന്തോ ഒരു പേടി പോലെ തോന്നി. അവർ പേടിയോടെ സുമതിയുടെ മുഖത്തേക്കും ആ കുട്ടിയുടെ മുഖത്തേക്കും മാറി മാറി നോക്കി. അമ്മ പേടിക്കണ്ട, വഴക്കിനോ പ്രശ്നത്തിനോ ഒന്നും വന്നതല്ല. ഞാനിവിടെ ഇല്ലായിരുന്നു. അമേരിക്കയിലാണ് പഠിച്ചത്. ഡോക്ടറാണ്. പഠിത്തം കഴിഞ്ഞ് നാട്ടിലെത്തിയിട്ടിപ്പോൾ 1 മാസമായതേയുള്ളൂ. അമ്മയെ ഒന്ന് വന്ന് കാണണമെന്ന് മനസ്സിൽ വല്ലാത്ത ആഗ്രഹമുണ്ടായിരുന്നു. പേടിച്ചിട്ടാ വരാതിരുന്നത്. പിന്നെ തോന്നി പേടിച്ചോണ്ടിരുന്നാൽ കാണാൻ കഴിയില്ലല്ലോ എന്ന്. ഇത് വീട്ടിലെ കാര്യസ്ഥൻ രാമേട്ടൻ. അവൾ രാമേട്ടനെ ടീച്ചർക്ക് പരിചയപ്പെടുത്തി. ടീച്ചർ അയാളെ നോക്കി ഒന്ന് ചിരിച്ചു. അമ്മയ്ക്ക് ഞാൻ വന്നത് ബുദ്ധിമുട്ടായോ? വിനയത്തോടെ ഉമ്മറത്ത് നിന്ന് അവൾ ചോദിച്ചപ്പോൾ സത്യാവതി ടീച്ചർക്ക് പെട്ടെന്ന് എന്ത് പറയണമെന്നറിയില്ലായിരുന്നു. ശരിക്കു പറഞ്ഞാൽ അവരുടെ കണ്ണുകൾ വല്ലാതെ നിറഞ്ഞിരുന്നു. ഏയ്, എന്തു ബുദ്ധിമുട്ട്? കുഞ്ഞുനാളിൽ കണ്ടതാ മോളെ നിന്നെ. അന്ന് ശിവയോടൊപ്പം എത്ര ഓടിക്കളിച്ചിരിക്കുന്നു ഈ മുറ്റത്ത്. പണ്ട് ഞാനും ജാനകിയും ക്ഷേത്രത്തിൽ പോകുമ്പോൾ എൻ്റെ ഒരു കയ്യിൽ ശിവയും ജാനകിയുടെ കയ്യിൽ മോളും ഉണ്ടാകുമായിരുന്നു. ഇത്ര വലിയ കുട്ടിയായതൊന്നും അമ്മ അറിഞ്ഞില്ല. എങ്ങനെ അറിയാനാ? കണ്ടിട്ട് വർഷം എത്രയായി? അവിടെ നിന്നിപ്പോൾ ആരും ഇങ്ങോട്ട് വരാറില്ലല്ലോ. ഇവിടുന്ന് ആരും അങ്ങോട്ടും വരാറില്ല. പെട്ടെന്ന് വന്നപ്പോൾ അമ്മയൊന്ന് ഞെട്ടിയെന്നേ ഉള്ളൂ. മോള് കയറി വാ. ടീച്ചർ അഞ്ജലിയെ സ്നേഹത്തോടെ വിളിച്ചു. ടീച്ചറുടെ സ്നേഹത്തോടെയുള്ള സംസാരം കേട്ടപ്പോൾ അഞ്ജലിക്ക് പെട്ടെന്നെന്തോ വല്ലാതെ സന്തോഷം തോന്നി. രണ്ടാളും കയറി വന്നോളൂ, അകത്തേക്ക് ഇരിക്കാം. വീൽചെയറിൻ്റെ ടയർ ഉരുട്ടിക്കൊണ്ട് ടീച്ചർ പറഞ്ഞു. എനിക്ക് അകത്തേക്ക് കയറാമോ അമ്മേ? എന്തെങ്കിലും പ്രശ്നം? അഞ്ജലി ഒരു സംശയത്തോടെ ടീച്ചറെ നോക്കി. എന്ത് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. ഞാൻ പറഞ്ഞല്ലോ, പെട്ടെന്ന് കണ്ടപ്പോൾ ഒന്ന് പേടിച്ചു. പക്ഷേ എന്നെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞപ്പോൾ മനസ്സ് നിറഞ്ഞു. മോള് വന്നേ. ടീച്ചർ അഞ്ജലിയെ അകത്തേക്ക് വിളിച്ചു. അഞ്ജലി അപ്പോൾ രാമൻ നായരെയും കൂട്ടി ഹാളിലേക്ക് കയറി. ടീച്ചറുടെ ചെയർ തള്ളിക്കൊണ്ട് സുമതി ടീച്ചറെ അകത്തെത്തിച്ചു. രണ്ടാളും ഇരിക്കി. ഹാളിലെ സോഫയിലേക്ക് കൈ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സത്യാവതി ടീച്ചർ പറഞ്ഞു. അഞ്ജലി അപ്പോൾ ചിരിച്ചുകൊണ്ട് സോഫയിലിരുന്നു. പേടിയോടെ ചുറ്റിലും നോക്കിക്കൊണ്ട് തൊട്ടടുത്തായി രാമൻ നായരും ഇരുന്നു. ശിവ ഇവിടെ ഉണ്ടല്ലേ? രാമൻ നായർ പേടിയോടെ ടീച്ചറോട് ചോദിച്ചു. ഉണ്ട്, മുകളിലുണ്ട്, ടീച്ചർ പറഞ്ഞു. രാമൻ നായർ അപ്പോൾ പേടിയോടെ അഞ്ജലിയെ നോക്കി. മോളെ, വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ വേഗം ഒന്ന് പറഞ്ഞേക്ക്. നമുക്ക് എന്നിട്ട് പെട്ടെന്ന് പോകാൻ നോക്കാം.
അവൻ കണ്ടാൽ ചിലപ്പോൾ പ്രശ്നമാകും. രാമൻ നായർ അത് പറഞ്ഞപ്പോൾ അഞ്ജലി സത്യാവതി ടീച്ചറെ ഒന്ന് നോക്കി. പേടിക്കണ്ട, അവൻ കണ്ടു എന്ന് കരുതി ഒരു പ്രശ്നവുമില്ല. എന്നെ കാണാൻ വന്നതാണെങ്കിൽ കണ്ട് സംസാരിച്ചിട്ടേ പോകാവൂ. ഒന്നും പേടിക്കേണ്ട, ഇവിടെ നിങ്ങളെ ആരും ഒന്നും പറയില്ല. ടീച്ചർ സൗമ്യമായി ചിരിച്ചുകൊണ്ട് അഞ്ജലിയെ നോക്കി. ശരിക്കു പറഞ്ഞാൽ ടീച്ചർക്ക് അവളെ കണ്ടിട്ട് കണ്ണെടുക്കാൻ തോന്നുന്നില്ലായിരുന്നു. അത്രയ്ക്ക് സുന്ദരിയായിരുന്നു അവൾ. ആരും കണ്ടാൽ മോഹിക്കുന്ന സുന്ദരി കുട്ടിയെ ടീച്ചർ കണ്ണെടുക്കാതെ നോക്കുകയായിരുന്നു. ശരിക്കും കല്ലിലൊക്കെ കൊത്തിവെച്ച വെണ്ണക്കൽ ശില്പം പോലെ വെളുത്ത നിറവും ഇളം ചുവന്ന ചുണ്ടുകളും അവളുടെ വസ്ത്രധാരണവും ഒക്കെ കൂടെ ആർക്കും ഇഷ്ടപ്പെട്ടു പോകുന്ന ഒരു കുട്ടി. സത്യാവതി ടീച്ചർ അവളെ തന്നെ നോക്കി നിൽക്കുമ്പോൾ അഞ്ജലി പെട്ടെന്ന് സോഫയിൽ നിന്ന് എണീറ്റ് ടീച്ചറുടെ വീൽചെയറിനടുത്തേക്ക് വന്നു. എന്നിട്ട് ടീച്ചറോട് സംസാരിക്കാൻ എന്ന പോലെ വീൽചെയറിനടുത്ത് മുട്ടുകുത്തി നിന്നു. അയ്യോ, എന്താ കുട്ടി ഇത്? അവിടെ ഇരുന്ന് സംസാരിച്ചാൽ മതി, ഇവിടെ ഇങ്ങനെ നിലത്തിരിക്കല്ലേ. ടീച്ചർ അവളെ സ്നേഹത്തോടെ നോക്കി. ഏയ് സാരമില്ലമ്മേ. അവൾ അത് പറഞ്ഞുകൊണ്ട് ടീച്ചറിൻ്റെ വലത് കൈ അവളുടെ 2 കൈകൾക്കുള്ളിലാക്കി പിടിച്ചു. എന്നിട്ട് മെല്ലെ അതിലൊന്ന് തലോടി. അപ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു ഈ ടീച്ചറമ്മയെ. അമേരിക്കയിലാവുമ്പോൾ എപ്പോഴും പറയുമായിരുന്നു, പക്ഷേ മരിക്കുന്നതിന് മുൻപൊന്ന് കാണാൻ പറ്റിയില്ല. അഞ്ജലി ടീച്ചറുടെ കയ്യിൽ പിടിച്ച് കരയുകയായിരുന്നു. അത് കേട്ടപ്പോൾ ടീച്ചർക്കും പെട്ടെന്ന് സങ്കടം വന്നു. ജാനകി, അവൾ മരിച്ചതറിഞ്ഞിരുന്നു. അമേരിക്കയിൽ വെച്ചായിരുന്നല്ലോ. അവസാനമായി അവളെ ഒന്ന് കാണാൻ എനിക്കും പറ്റിയില്ല. നിങ്ങൾ അവിടേക്ക് പോയിട്ട് ഒരുപാട് വർഷമായില്ലേ? ടീച്ചർ അവളോട് ചോദിച്ചു. ഉവ്, 10 വർഷം കഴിഞ്ഞു, അഞ്ജലി പറഞ്ഞു. എന്തായാലും എന്നെ കാണാൻ വന്നുവല്ലോ കുട്ടിയെ. സന്തോഷമായ അമ്മയ്ക്ക്. സത്യാവതി ടീച്ചർ മറു കൈകൊണ്ട് അവളുടെ തലയിലൂടെ ഒന്ന് തലോടി. അമ്മേ, അച്ഛനും ഏട്ടന്മാരും ചേർന്ന് ഇവിടുത്തെ സ്വത്തൊക്കെ കൈക്കലാക്കിയെന്നും ആ പക ഇപ്പോഴും ശിവേട്ടന് ഞങ്ങളോടുണ്ടെന്നും എനിക്കറിയാം. പക്ഷേ അതിലൊന്നും എനിക്കും അമ്മയ്ക്കും ഒരു പങ്കുമില്ല. ഒരിക്കലും എന്നെയും അമ്മയെയും തെറ്റുകാരായി ഈ അമ്മ കാണരുത്. അഞ്ജലി ടീച്ചറുടെ കയ്യിൽ മുറുകെ പിടിച്ച് കരയുകയായിരുന്നു. എന്താ കുട്ടി ഇത്? അതൊക്കെ കഴിഞ്ഞില്ലേ? സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. അല്ലെങ്കിലും അവർ ചെയ്ത തെറ്റിന് എനിക്കെന്തിനാ നിങ്ങളോട് ദേഷ്യം? ഇപ്പോൾ എന്നെ കാണാൻ ഇവിടെ വരെ വന്നില്ലേ? അമ്മയ്ക്ക് എത്ര സന്തോഷമുണ്ടെന്നറിയാമോ? ഒക്കെ കഴിഞ്ഞു പോയതൊന്നും ഇനി പറയണ്ട. സുഖല്ലേ കുട്ടിയെ നിനക്ക്? സത്യാവതി ടീച്ചർ ഒരമ്മയുടെ വാത്സല്യത്തോടെ അഞ്ജലിയെ തലോടിയപ്പോൾ അവൾ ടീച്ചറുടെ കയ്യിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞുപോയി. അത് പറയാനാ അമ്മേ ഞാൻ വന്നത്. എന്നെ സഹായിക്കാൻ അമ്മയ്ക്ക് മാത്രമേ കഴിയൂ. അഞ്ജലി അത് പറഞ്ഞ് കരയുമ്പോൾ കാര്യം എന്താണെന്നറിയാതെ ടീച്ചർ അവളെ തന്നെ നോക്കുകയായിരുന്നു. ശിവേട്ടൻ ഇന്നെൻ്റെ ഹോസ്പിറ്റൽ തല്ലിപ്പൊട്ടിച്ചു. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം വരുത്തി അമ്മേ. അത് പറയാൻ കൂടിയാണ് ഞാൻ അമ്മയെ കാണാൻ വന്നത്. അഞ്ജലി അത് പറഞ്ഞപ്പോൾ ടീച്ചർ ഒരു നിമിഷം ഞെട്ടിപ്പോയി. എന്ത്? ശിവ ഹോസ്പിറ്റൽ തല്ലി തകർത്തെന്നോ? അവർ അഞ്ജലിയുടെ മുഖത്തേക്ക് നോക്കി. അഞ്ജലി അപ്പോൾ കരഞ്ഞുകൊണ്ട് അവളുടെ തലയാട്ടി. എന്നിട്ട് പറഞ്ഞു, ബിൽഡിങ്ങിൻ്റെ പണിയൊക്കെ മുഴുവൻ കഴിഞ്ഞതായിരുന്നു. ഹോസ്പിറ്റലിൽ വേണ്ട എല്ലാ എക്യുപ്മെൻസും എത്തിച്ചിരുന്നു. ഗ്ലാസും ലാബുമെല്ലാം തല്ലി തകർത്തു. ഇന്ന് രാവിലെ ശിവേട്ടനും കുറച്ച് ആളുകളും കൂടെ വന്ന് ചെയ്തിട്ട് പോയതാ. അച്ഛനോടുള്ള ദേഷ്യം കൊണ്ട് ചെയ്തതാണമ്മേ. പക്ഷേ ശിവേട്ടൻ തകർത്തെറിഞ്ഞത് എൻ്റെ കുറേ കാലത്തെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമായിരുന്നു. ഒപ്പം വീട്ടിൽ നിന്ന് എനിക്ക് കിട്ടിയ ആകെയുള്ള ഷെയറും. വിതുമ്പിക്കൊണ്ടാണ് അഞ്ജലി അത് പറഞ്ഞത്. സത്യാവതി ടീച്ചർ ഒന്നും പറയാനാവാതെ മോൻ്റെ ചെയ്തികൾ ഓർത്തുകൊണ്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത കാര്യം കേട്ട ഷോക്കിൽ അഞ്ജലിയോട് എന്ത് പറയണമെന്ന് പോലും അവർക്കറിയുന്നുണ്ടായിരുന്നില്ല. ഇതൊക്കെ ചെയ്തു വെച്ചിട്ടാണല്ലോ ശിവ ഒന്നും അറിയാത്ത പോലെ ഇപ്പോൾ മുകളിലേക്ക് കയറിപ്പോയത് എന്നോർത്തപ്പോൾ അവർക്ക് മകനോട് വല്ലാത്ത ദേഷ്യം തോന്നി. എന്താ ചെയ്യേണ്ടത് എന്ന് എനിക്കറിയില്ലമ്മേ. കുറേ സ്വത്തൊക്കെയുള്ള വീട്ടിലെ അച്ഛൻ്റെ 3 മക്കളിൽ ഒരൊറ്റ പെൺകുട്ടിയാണ് ഞാൻ. പക്ഷേ അച്ഛൻ എന്നും പ്രിയപ്പെട്ടത് ഏട്ടന്മാർ മാത്രമായിരുന്നു. രണ്ടാമത്തെ ഏട്ടനും ഞാനും തമ്മിൽ 10 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. വീട്ടിലെ ഇള്ളാക്കുട്ടിയാണ്, ഭാഗ്യവതിയാണെന്നൊക്കെ ഫ്രണ്ട്സും ചുറ്റുമുള്ളവരും ഒക്കെ പറയുമ്പോൾ ഒരുപാട് അവഗണന സഹിച്ചു വളർന്ന എൻ്റെയും അമ്മയുടെയും ശരിക്കുമുള്ള അവസ്ഥ മറ്റാർക്കും അറിയില്ല. ആൺകുട്ടികളായതുകൊണ്ട് തന്നെ അച്ഛൻ്റെ എല്ലാ കള്ളത്തരവും പഠിപ്പിച്ച് അച്ഛൻ ഏട്ടന്മാരെ ബിസിനസ്സിലിറക്കി. എല്ലാവിധത്തിലും അവഗണനയും ഒറ്റപ്പെടലും മാത്രം ഏറ്റുവാങ്ങിക്കഴിഞ്ഞ ഞാനും അമ്മയും ശരിക്കും ഒരു രക്ഷപ്പെടൽ എന്ന പോലെയാണ്.
ഇവിടെ നിന്ന് അമേരിക്കയിലേക്ക് പോയത്. ഇവിടെ നിന്ന് ഗതികെട്ട് കഴിയുന്നതിലും നല്ലതല്ലേ എന്ന് കരുതി അമ്മാവൻ്റെ കെയർ ഓഫിൽ ഒരാളാണ് അമ്മയ്ക്ക് അവിടെ ജോലിയും എനിക്ക് അവിടെ പഠിക്കാനുള്ള ഏർപ്പാടും ഉണ്ടാക്കി തന്നത്. ഒരിക്കലും നാട്ടിലേക്ക് തിരിച്ചു വരണമെന്ന് വിചാരിച്ചതല്ല. പിന്നെ അമ്മയില്ലാതെ ഒറ്റ കന്യ നാട്ടിൽ കിടക്കുന്നതിലും നല്ലത് സ്വന്തം നാടല്ലേ എന്ന് തോന്നിയപ്പോഴാണ് തിരിച്ചു വന്നത്. അച്ഛനേട്ടന്മാർക്കായി നീക്കിവെച്ചതിൻ്റെ 10% പോലും ഷെയർ എനിക്ക് തന്നിട്ടില്ല. വളരെ ചെറിയൊരു തുക തന്ന് ആ വീട്ടിലെ എൻ്റെ എല്ലാ അവകാശവും അച്ഛനും ഏട്ടന്മാരും ഒതുക്കി. പഠിച്ച് വലിയ ഡോക്ടർ ആകണമെന്നും എല്ലാവരെയും നന്നായി ശുശ്രൂഷിക്കണമെന്നും അമ്മ എപ്പോഴും പറയുമായിരുന്നു. വീട്ടിലെ ആസ്തി വെച്ച് നോക്കുമ്പോൾ കിട്ടിയത് വളരെ ചെറിയ സംഖ്യയാണെങ്കിലും അത് വെച്ച് അമ്മയുടെ പേരിൽ ഒരു ഹോസ്പിറ്റൽ തുടങ്ങാമെന്ന് കരുതി. അങ്ങനെയാണ് ആ ബിൽഡിങ്ങിൽ ഒരു ഹോസ്പിറ്റലിനുള്ള സജ്ജീകരണങ്ങളെല്ലാം ചെയ്തത്. അടുത്ത ആഴ്ച അതിൻ്റെ ഉദ്ഘാടനം ചെയ്യാനിരിക്കുകയായിരുന്നു. പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഇന്നത് സംഭവിച്ചത്. ശിവേട്ടൻ എല്ലാം തല്ലി തകർത്തു. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അഞ്ജലി അവളുടെ കണ്ണു തുടച്ചു. എൻ്റെ ആകെയുള്ള പിടിവള്ളിയായിരുന്നമ്മേ. അച്ഛൻ തന്ന കാശെല്ലാം തീർന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്നറിയില്ല. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി വന്ന് പറയുകയല്ല. ഓർക്കുമ്പോൾ അത്രയ്ക്ക് വിഷമമുണ്ട്. പറയാൻ എനിക്കെൻ്റെ അമ്മയില്ലാത്തതുകൊണ്ട് ഈ അമ്മയോട് പറയാമെന്ന് തോന്നി. അമ്മ ശിവേട്ടനോട് പറയണം, അച്ഛൻ്റെയും ഏട്ടന്മാരുടെയും ശത്രുഗണത്തിൽപ്പെടുത്തി എന്നെ ഉപദ്രവിക്കരുത് എന്ന്. ഞാൻ ഇതിലൊന്നും പെടാത്ത ഒരാളാണ്. ജീവിക്കാൻ വേണ്ടി വളരെ കഷ്ടപ്പെടുന്ന ഒരു സാധാരണ പെൺകുട്ടി. അച്ഛനും ഏട്ടന്മാരുമൊക്കെ ഉണ്ടായിട്ടും ആരുമില്ലാത്ത അനാഥയെപ്പോലെ കഴിയേണ്ടി വരുന്നവൾ. എന്നെ അവരുടെ കൂട്ടത്തിൽ കൂട്ടി ഉപദ്രവിക്കരുത് എന്ന് അമ്മയ്ക്കൊന്ന് പറയാമോ? പറഞ്ഞു തീരുമ്പോഴേക്കും അഞ്ജലി വീണ്ടും പൊട്ടിക്കരഞ്ഞു. എല്ലാം കേട്ടുകൊണ്ട് സത്യാവതി ടീച്ചറുടെ കണ്ണു നിറഞ്ഞിരുന്നു. അവർ സങ്കടത്തോടെ അവളുടെ തലയിൽ ഒന്ന് തലോടി. എന്നിട്ട് പറഞ്ഞു, അമ്മയ്ക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു കുട്ടിയെ. അവൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് എനിക്കറിയില്ല. നിന്നെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്നും എനിക്കറിയില്ല. അവൻ ചെയ്തു പോയ തെറ്റിന് മാപ്പ് ചോദിക്കാനേ എനിക്ക് കഴിയൂ. മോൾക്ക് വന്ന നഷ്ടം എത്രയാണെങ്കിലും അമ്മ തിരികെ തരാം. നിന്റെ കണ്ണുനീരി വീട്ടിൽ വീണാൽ ഒരു കാലത്തും അവൻ ഗുണം പിടിക്കില്ല. മോള് കരയല്ലേ, അമ്മ വഴിയുണ്ടാക്കാം. അവർ അവളുടെ മുഖത്തു കൂടെ ഒന്ന് വിരലോടിച്ചു. ഞാൻ പറഞ്ഞല്ലോ അമ്മേ, നഷ്ടപരിഹാരത്തിനു വേണ്ടി വന്നതല്ല. വരാതിരിക്കാൻ കഴിഞ്ഞില്ല. ആരുമില്ല എനിക്ക്. എങ്ങനെയെങ്കിലും ജീവിച്ചു പോകാനുള്ള ഒരു തന്ത്രപ്പാടിലായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ സഹിക്കാൻ കഴിഞ്ഞില്ല. അഞ്ജലി അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കുളി കഴിഞ്ഞ് ഡ്രസ്സ് മാറി ശിവ സ്റ്റെയർ ഇറങ്ങി താഴേക്ക് വന്നത്. പടികളിറങ്ങി വന്ന ശിവ ഹാളിൽ ഇവരെ കണ്ടെങ്കിലും പെട്ടെന്ന് പരിചയമില്ലാത്ത പോലെ ഒന്ന് നോക്കി. രാമൻ നായർ തിരിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ അയാളുടെ പുറംഭാഗമാണ് ശിവ കാണുന്നത്. ഒപ്പം അമ്മയ്ക്കടുത്തായിരിക്കുന്ന ഒരു പെൺകുട്ടിയെയും. ശിവ വരുന്നുണ്ട്. സത്യാവതി ടീച്ചർ അത് പറഞ്ഞപ്പോൾ അഞ്ജലി പെട്ടെന്ന് ഇരിക്കുന്നിടത്ത് നിന്ന് ഒന്ന് തിരിഞ്ഞു നോക്കി. അവൾ തിരിഞ്ഞതും പെട്ടെന്ന് അവളുടെ കണ്ണുകൾ ശിവയുടെ കണ്ണുമായി ഒന്നുടക്കി. പെട്ടെന്ന് അവളെ കണ്ടപ്പോൾ ശിവയ്ക്ക് ഒരു നിമിഷം ഞെട്ടലാണുണ്ടായത്. ആരാണ് എന്താണ് എന്നൊന്നും അറിയില്ലെങ്കിലും ആർക്കും കണ്ടാൽ കണ്ണെടുക്കാൻ തോന്നാത്തത്ര നിഷ്കളങ്കമായ സുന്ദരമായ ആ മുഖം കണ്ടതും അവൻ ഒരു നിമിഷം അവസാനത്തെ സ്റ്റെപ്പിൽ അങ്ങനെ നിന്നു. ആരാണെന്ന മുഖഭാവത്തിൽ ഒന്നവളെ നോക്കി. കണ്ണിലേക്കും മുഖത്തേക്കും ഒരു കാറ്റടിച്ച പോലെ ഒരു തണുപ്പ് അവന് അപ്പോൾ തോന്നി. ശിവയെ കണ്ടപ്പോൾ അഞ്ജലി വേഗം വീൽചെയറിനടുത്തു നിന്ന് എഴുന്നേറ്റ് നിന്ന് അവളുടെ കണ്ണ് തുടച്ചു. ജീവിതത്തിൽ ഇന്നുവരെ ഒരു പെൺകുട്ടിയോടും തോന്നാത്ത എന്തോ ഒരു ആകർഷണം അവളെ കണ്ടപ്പോൾ തോന്നിയതുപോലെ ശിവ ഒന്നുകൂടെ അവളെ തന്നെ നോക്കി. പണ്ടൊരുപാട് കൂടെ കളിച്ചിട്ടുണ്ടെങ്കിലും വർഷങ്ങൾക്കു ശേഷം ശിവയെ കണ്ടപ്പോൾ അഞ്ജലിക്കും അവനോട് വല്ലാത്തൊരിഷ്ടം തോന്നി. കാര്യം തൻ്റെ ജീവിതം തകർത്ത് ഹോസ്പിറ്റൽ തല്ലി തകർത്ത ഒരാളാണെങ്കിലും ഒരു ശത്രുവിനെ കാണുന്ന പോലെ ശിവയെ കാണാനെന്തോ അവൾക്കും പറ്റിയില്ല. കറുപ്പ് ടീഷർട്ടും ഇളം കളർ സ്പോർട്സ് പാൻറ്റും ഇട്ട് കുളി കഴിഞ്ഞിറങ്ങിയ അവനെ കാണുമ്പോൾ ആർക്കും ഒരിഷ്ടം തോന്നുമായിരുന്നു. വെളുത്ത നിറവും കട്ടിത്താടിയും കറുകറുത്ത മുടിയും കറുത്ത കൃഷ്ണമണിയുള്ള കണ്ണുകളുമൊക്കെയായി ഒരു സുന്ദരൻ ചെറുപ്പക്കാരൻ. കയ്യിലിരിപ്പ് ഇതാണെന്ന് ശിവയെ കണ്ടാൽ ആരും പറയില്ല. സത്യാവതി ടീച്ചറുടെ എല്ലാ ഭംഗിയും മകനും കിട്ടിയിട്ടുണ്ട്. അവനെ കണ്ടപ്പോൾ അഞ്ജലി ഒന്ന് അവനെ തന്നെ നോക്കിപ്പോയി. അവൻ ഒരു നിമിഷം അവളെയും. ഗുണ്ടായിസവും തല്ലുകൊള്ളിത്തരവും ഒക്കെയായി നടക്കുന്നവൻ ഇന്നുവരെ ഒരു പെൺകുട്ടിയെയും മറ്റൊരു രീതിയിൽ നോക്കിയിട്ടില്ല. പക്ഷേ എന്തോ പെട്ടെന്ന് തിരിഞ്ഞ അഞ്ജലിയെ കണ്ടപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ബന്ധമുള്ള പോലെ അവൻ അവളിൽ നിന്ന് കണ്ണെടുക്കാനായില്ല.
പെട്ടെന്നാണ് രാമൻ നായർ പേടിയോടെ തിരിഞ്ഞ് ശിവയുടെ മുഖത്തേക്ക് നോക്കിയത്. രാമൻ നായർ രാഘവൻ നായരുടെ വീട്ടിലെ കാര്യസ്ഥനാണെന്ന് ശിവയ്ക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ തിരിഞ്ഞു നോക്കി അയാളെ കണ്ടപ്പോൾ പെട്ടെന്ന് ശിവയുടെ ഭാവം മാറി. ഇയാളെന്താ ഇവിടെ എന്ന മട്ടായിരുന്നു അവൻ അപ്പോൾ. പിന്നീട് അഞ്ജലിയെ ശ്രദ്ധിക്കാതെ ശിവ ഒരു സംശയഭാവത്തോടെ ഹാളിലേക്ക് വന്നു. രാമേട്ടൻ പേടിച്ചുകൊണ്ട് സോഫയിൽ നിന്ന് എണീറ്റ് ഒരു മൂലയിലേക്ക് നിന്നു. മോളെ, ഇനി നിൽക്കണ്ട, നമുക്ക് പോകാം, രാമൻ നായർ അഞ്ജലിയോട് സ്വകാര്യമായി പറഞ്ഞു. താനെന്താടോ ഇവിടെ? ആരോട് ചോദിച്ചിട്ടാ ഈ പടി കയറിയത്? രാമൻ നായരെ കണ്ടതും ശിവയുടെ ദേഷ്യം ആളിക്കത്തി. അവൻ അയാൾക്ക് നേരെ ദേഷ്യത്തിൽ മുന്നോട്ട് വന്നു. ഏതാടോ ഇവള്? തനിക്കെന്താ ഇവിടെ കാര്യം? ചോദിച്ചത് കേട്ടില്ലേ? പെട്ടെന്ന് ശിവയുടെ നാവിൽ നിന്നും പൊട്ടിത്തെറിച്ച പോലെയുള്ള സംസാരം വന്നപ്പോൾ അഞ്ജലി ഷോക്കാവുകയായിരുന്നു. കാരണം ഇറങ്ങി വന്ന നിഷ്കളങ്കനായ ഒരാളായിരുന്നില്ല ശിവയപ്പോൾ. ശിവ, അവരെന്നെ കാണാൻ വന്നതാ, നീ എന്തിനാ ചൂടാവുന്നത്? ടീച്ചർ അപ്പോൾ അവനോട് ചോദിച്ചു. അമ്മയെ കാണാൻ വന്നെന്നോ? ഇയാൾ എന്തിനാ അമ്മയെ കാണാൻ വരുന്നത്? കൂടെയുള്ള ഇവളാരാ? ഇയാളുടെ മോളാണോ? ആരാണെങ്കിലും ഇയാൾ ആരോട് ചോദിച്ചിട്ടാ ഈ പടി ചവിട്ടിയതെന്നാ ഞാൻ ചോദിച്ചത്. രാഘവൻ നായരോടുള്ള ദേഷ്യം ശിവയ്ക്ക് അയാളുടെ ജോലിക്കാരോട് പോലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കാര്യസ്ഥൻ രാമൻ നായരെ കണ്ടപ്പോൾ പെട്ടെന്ന് അവന്റെ ദേഷ്യം അടക്കാൻ കഴിഞ്ഞതേയില്ല. രാമൻ നായർ അപ്പോൾ ഒന്നും പറയാതെ നിൽക്കുകയായിരുന്നു. താനെന്താടോ മിണ്ടാത്തത്? ചോദിച്ചത് കേട്ടില്ലേ? ഇനി എൻ്റെ അമ്മയ്ക്ക് കൂടെ വിഷം കൊടുത്ത് കൊല്ലാൻ തൻ്റെ മുതലാളി പറഞ്ഞയച്ചതാണോ തന്നെ? എന്ത് കാര്യം പറയാൻ വന്നതാണെങ്കിലും ഒരു നിമിഷം ഇവിടെ നിൽക്കരുത്, ഇറങ്ങടോ പുറത്ത്. ശിവ അത് പറഞ്ഞുകൊണ്ട് മറ്റൊന്നും ആലോചിക്കാതെ രാമൻ നായരുടെ അരികിലേക്ക് വന്ന് അയാളുടെ കോളറിന് പിടിച്ചു. ശരിക്കു പറഞ്ഞാൽ അഞ്ജലിയും രാമൻ നായരും സത്യാവതി ടീച്ചറുമൊക്കെ ആകെ ഞെട്ടിപ്പോയിരുന്നു. ശിവ, എന്താ ഇത്? വീട്ടിൽ വന്നവരെ അടിച്ചിറക്കുന്ന സ്വഭാവം നിന്റെ അച്ഛനില്ല. അയാൾ നിന്നെ ഉപദ്രവിക്കാനും ഒന്നിനും വന്നതല്ല. ഈ പെൺകുട്ടിയുടെ കൂടെ കൂട്ടു വന്നതാ. നീ അയാളെ വിട്, ടീച്ചർ അവനോട് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ആരാണെങ്കിലും അയാളുടെ വകുപ്പിലുള്ള ആരും ഇവിടെ വരുന്നത് എനിക്കിഷ്ടമല്ല. അത് പറഞ്ഞുകൊണ്ട് തന്നെ ശിവ രാമൻ നായരുടെ കോളറിന് പിടിച്ച് തള്ളി. അത് കണ്ടപ്പോൾ അഞ്ജലിക്ക് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. അയ്യോ, രാമേട്ടനെ വിട്ടേ, ഞാനാ രാമേട്ടനെ കൂട്ടിക്കൊണ്ടു വന്നത്. ഈ പാവത്തിനെ ഒന്നും ചെയ്യല്ലേ, എന്തുണ്ടെങ്കിലും എന്നോടായിക്കോളൂ, അവൾ ശിവയെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. രാമേട്ടനും ശിവയ്ക്കുമിടയിൽ അഞ്ജലി കയറി നിന്നപ്പോൾ ഒരിക്കൽ കൂടി ശിവയുടെ കണ്ണ് അവളിലേക്ക് പതിഞ്ഞു. കണ്ടാൽ കണ്ണെടുക്കാൻ തോന്നാത്ത അത്ര സുന്ദരമായ മുഖം. ഒരിക്കൽ കൂടി അവളുടെ ആ മനോഹരമായ മുഖത്തേക്ക് നോക്കിപ്പോയെങ്കിലും ശിവയ്ക്ക് അപ്പോൾ അവന്റെ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ കഴിയാതെ ആളിക്കത്തുകയായിരുന്നു. നീ ഏതാടി? പെട്ടെന്ന് ശിവയുടെ ഭാവം മാറി. ഇയാളെ കൂട്ടി നീ എന്ത് കാര്യത്തിന് ഇവിടെ വന്നത്? എന്ത് ധൈര്യത്തിലാ നീ ഇയാളെ കൂട്ടി പടി കയറിയത്? എന്താ കാര്യം? ശിവ അവളോട് ചോദിച്ചു. എന്ത് പറയണമെന്നറിയാതെ അഞ്ജലി അപ്പോൾ ഒന്ന് പരുങ്ങി. ശിവ, നീ അയാളെ വിട്, ടീച്ചറുടെ ശബ്ദം അപ്പോൾ കനത്തിലായി. ശിവ അപ്പോൾ രാമൻ നായരുടെ കോളറിന് പിടിച്ചുകൊണ്ട് തന്നെ അമ്മയെ നോക്കി. നിന്നോട് അയാളെ വിടാനാ പറഞ്ഞത്. അയാൾ ഈ കുട്ടിയുടെ ഒപ്പം കൂട്ടുവന്നതാ, അല്ലാതെ നിന്നെ ദ്രോഹിക്കാനോ ഉപദ്രവിക്കാനോ വന്നതല്ല. ഇത് രാഘവൻ നായരുടെ മോളാ. നീ ഈ കുട്ടിയുടെ ഹോസ്പിറ്റൽ തല്ലി പൊട്ടിച്ചു എന്നറിഞ്ഞല്ലോ, അത് പറയാനാ അവൾ വന്നത്. നീ ചെയ്ത ദ്രോഹം പറയാൻ ഈ പടി കയറി വന്ന് ഈ കുട്ടിയെ ഉപദ്രവിക്കാൻ നിനക്ക് ഒരവകാശവുമില്ല. മര്യാദയ്ക്ക് അവരെ വിട്. ടീച്ചർ അത് പറഞ്ഞപ്പോൾ ശിവ ഒരു ഞെട്ടലോടെ അമ്മയെ നോക്കി. പിന്നെ അപ്പോൾ ഉള്ളതിനേക്കാൾ ദേഷ്യത്തോടെ അവളെയും രാമൻ നായരെയും മാറി മാറി നോക്കി. പെട്ടെന്ന് അവന് രാഘവൻ നായരോടുള്ള ദേഷ്യം ആളിക്കത്തി. അവൻ മെല്ലെ രാമൻ നായരുടെ കോളറിൽ നിന്ന് കൈയെടുത്ത് അഞ്ജലിയുടെ മുഖത്തിന് പിടിച്ചു. പെട്ടെന്ന് അവനത് ചെയ്തപ്പോൾ അഞ്ജലി ആകെ വിറയ്ക്കാൻ തുടങ്ങി. അവൻ മുഖത്ത് അമർത്തിയപ്പോൾ അവൾക്ക് കയ്യിലും കാലിലും ആകെ തണുപ്പോടുന്ന പോലെ തോന്നി. എടാ, അവളെ വിടടാ, ആ കുട്ടിയൊന്നും ചെയ്യല്ലേ. വീൽചെയറിൽ ഇരുന്നു കൊണ്ട് സത്യാവതി ടീച്ചർ അവനെ നോക്കി. ഒന്നും ചെയ്യാനാവാതെ സുമതിയും അവിടെ നിൽപ്പുണ്ടായിരുന്നു. അയ്യോ, കുഞ്ഞിനെ വിട് എന്ന് പറഞ്ഞ് രാമൻ നായർ അപ്പോൾ ശിവയുടെ കൈക്ക് പിടിച്ചു. നിന്റെ തന്തയെ തീർക്കാൻ പറ്റാത്തതിനുള്ള കലിയും കൊണ്ട് നടക്കുന്നവനാ ഞാൻ. എന്ത് ധൈര്യത്തിലടി നീ ഇവിടെ കയറി വന്നത്? നിന്റെ ഹോസ്പിറ്റലല്ല, നിങ്ങളെ എല്ലാവരെയും ജീവനോടെ ചുട്ടുകരിക്കാനുള്ള ദേഷ്യം എനിക്കുണ്ട്. ഞങ്ങളുടെ ഉപ്പും ചോറും പറ്റി ഇവിടെ വളർന്നിട്ട് എൻ്റെ അച്ഛനെ കൊന്ന് സ്വത്ത് കൈക്കലാക്കിയ നിങ്ങൾ ഒന്നിനോടുള്ള ദേഷ്യവും ഈ ജന്മം എനിക്ക് തീർത്താൽ തീരില്ല. അത് പറഞ്ഞ് ശിവ അവളുടെ മുഖത്തിന് പിടിച്ച് അവളെ പുറകിലേക്ക് തള്ളിക്കൊണ്ടുപോയി. പേടിയോടെ അഞ്ജലി അവൻ്റെ കൈകൾക്കുള്ളിൽ കിടന്ന് ഓരോ അടി പിറകിലോട്ട് നിന്നു. എന്നാൽ ഇത് കണ്ടു നിന്ന രാമൻ നായർ അഞ്ജലിയോടുള്ള സഹതാപം കാരണം ശിവയെ ശക്തിയിൽ തട്ടിമാറ്റാൻ നോക്കിയതും അവൻ രാമൻ നായരെ പിടിച്ച് ഒറ്റ തള്ളു കൊടുത്തു. അയാൾ ചെന്ന് സോഫയിലേക്ക് വീണതും അവൻ അഞ്ജലിയെ ബലമായി പിടിച്ചു തള്ളി. നിയന്ത്രണം വിട്ട് അവൾ നേരെ ചെന്ന് പതിച്ചത് ഹാളിൽ ഭംഗിക്ക് വെച്ചിരുന്ന വലിയ ചെടിച്ചട്ടിക്കരികിലേക്കാണ്. അവന്റെ വലിയ തള്ളലിൽ അവൾ ആ ചട്ടിയിലേക്ക് മുഖം കുത്തി വീണു.
അവളുടെ നെറ്റി ശക്തിയിൽ ചട്ടിയിലിടിക്കുകയും ചെയ്തു. അയ്യോ എൻ്റെ ദൈവമേ, ഇവൻ എന്തായി കാണിക്കുന്നത്? സുമതി, കുട്ടിയെ പിടിച്ച് എണീപ്പിക്കി. അത് കണ്ട ടീച്ചർ കസേരയിലിരുന്ന് കരയുകയായിരുന്നു. അഞ്ജലി അപ്പോൾ ചെടിച്ചട്ടിക്കരികിൽ വീണ് കിടക്കുകയായിരുന്നു. നിലത്ത് കിടക്കുകയായിരുന്ന അഞ്ജലിയെ സുമതി വേഗത്തിൽ ഓടിച്ചെന്ന് പിടിച്ചു. രാമൻ നായരും അവളെ താങ്ങി എണീപ്പിച്ചു. അഞ്ജലിയുടെ നെറ്റി പൊട്ടിയപ്പോൾ ചോര വരുന്നുണ്ടായിരുന്നു. അയ്യോ മോളെ, നെറ്റിയിൽ നിന്ന് ചോര വരുന്നുണ്ടല്ലോ, രാമൻ നായർ പറഞ്ഞു. സാരമില്ല രാമേട്ടാ, സാരമില്ല, അഞ്ജലി അവളുടെ ഷോള് കൊണ്ട് നെറ്റിയിൽ പൊത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. ശിവയപ്പോൾ തീർത്താൽ തീരാത്ത അത്ര ദേഷ്യത്തിൽ പുറംതിരിഞ്ഞു നിൽക്കുകയായിരുന്നു. എനിക്കെന്തോ തല കറങ്ങുന്ന പോലെ, കുറച്ച് വെള്ളം തരാമോ? അത് പറഞ്ഞു തീരുന്നതിന് മുൻപ് തന്നെ അഞ്ജലി അറിയാതെ സോഫയിലേക്ക് വീണുപോയിരുന്നു. എന്തു പറ്റി മോളെ? സുമതി, നീ വെള്ളം എടുക്ക്, ടീച്ചർ അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇതൊക്കെ കേട്ട് ശിവ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. അപ്പോൾ അഞ്ജലിയുടെ നെറ്റിയിൽ നിന്ന് ചോര ഒഴുകുന്നതാണ് അവൻ കണ്ടത്. ഒപ്പം ബോധമില്ലാതെ സോഫയിൽ ചാരിയിരിക്കുകയായിരുന്നു അവൾ. സുമതി വേഗത്തിൽ വെള്ളം കൊണ്ടുവന്ന് അവളുടെ മുഖത്ത് തളിച്ചു. വീൽചെയർ ഉരുട്ടിക്കൊണ്ട് ചെന്ന് സത്യാവതി ടീച്ചർ അവളുടെ മുഖത്ത് തട്ടി. രാമേട്ടനും ആകെ പേടിച്ചിരുന്നു. മോളെ, മോളെ, ടീച്ചർ കരഞ്ഞുകൊണ്ട് അവളെ തട്ടി വിളിച്ചപ്പോൾ അഞ്ജലി മെല്ലെ കണ്ണു തുറന്നു. സുമതി, കുഞ്ഞിന്റെ നെറ്റിയിൽ കുറച്ച് വെള്ളം വെച്ചു കൊടുക്കൂ, ചോര വരുന്നുണ്ട്, ടീച്ചർ പറഞ്ഞപ്പോൾ സുമതി വേഗം കയ്യിലുണ്ടായിരുന്ന ഐസ് വാട്ടർ കൊണ്ട് മുറിവൊന്ന് നനച്ചു കൊടുത്തു. പറഞ്ഞത് ശരിയാണ്, നെറ്റിയിൽ നിന്ന് നിൽക്കാതെ ചോര വരുന്നുണ്ടായിരുന്നു. വാ മോളെ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം, ഇനി ഇവിടെ നിൽക്കണ്ട മോളെ, എണീക്കി, രാമേട്ടൻ അവളെ കൈപിടിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ അപ്പോൾ ഒരു വിധത്തിൽ സോഫയിൽ നിന്ന് എങ്ങനെയോ എണീറ്റു. ഞാൻ വരട്ടെ അമ്മേ, ഇതൊന്നും കണ്ടിട്ട് അമ്മ പേടിക്കണ്ട, ഒന്നും പറ്റിയിട്ടില്ല, അഞ്ജലി ടീച്ചറെ നോക്കി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അവളുടെ ആ വാക്ക് കേട്ടപ്പോൾ ടീച്ചറും ആകെ കരഞ്ഞുപോയി. പൊന്നു മോളെ, അമ്മ എന്താ ചെയ്യുക? മോളിനി ഇവിടെ നിൽക്കണ്ട, രാമൻ നായരെ, കുഞ്ഞിനെ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നോക്ക്, എല്ലാ പ്രശ്നത്തിനും നമുക്ക് വഴിയുണ്ടാക്കാം കേട്ടോ. അമ്മ ജീവനോടെ ഉള്ളിടത്തോളം കാലം മോൾക്ക് ഇനി ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ല കേട്ടോ. ഇവിടെ വരെ വന്നിട്ട് മോൾക്കൊന്നും തരാൻ കഴിഞ്ഞില്ല, പക്ഷേ ഇനി ഇവിടെ നിൽക്കണ്ട കുട്ടിയെ. മറ്റുള്ളവരുടെ അവസ്ഥ മനസ്സിലാക്കാത്തവരാ ചിലരൊക്കെ. അങ്ങനെ ദുഷ്ട മനസ്സുള്ളവരുടെ കയ്യിൽ നിന്ന് അടി കിട്ടി ഇറങ്ങിപ്പോകുന്നത് കാണേണ്ടി വരുന്ന അമ്മയുടെ സങ്കടം എത്രയുണ്ടെന്ന് മോൾക്ക് അറിയാമോ? മോളിനി നിൽക്കണ്ട, ഈ ഉന്തുവണ്ടിയിലിരിക്കുന്ന അമ്മയ്ക്ക് ഒന്ന് എഴുന്നേറ്റ് ആരെയും പിടിച്ചു വെക്കാൻ പോലും ആവില്ല, കുട്ടി വേഗം പോയിക്കോളൂ. ശിവ ഉപദ്രവിച്ചത് കണ്ടപ്പോൾ ആകെ പേടി തോന്നിയ സത്യാവതി ടീച്ചർ പെട്ടെന്ന് അവളെ അവിടെ നിന്ന് പറഞ്ഞയക്കാനായി പറഞ്ഞു. പോട്ടെ അമ്മേ, അഞ്ജലി ഷാളുകൊണ്ട് നെറ്റിയിലെ മുറിവ് പൊത്തിപ്പിടിച്ച് കണ്ണുനീർ തുടച്ചുകൊണ്ട് ടീച്ചറോട് പറഞ്ഞു. മറുപടി ഒന്നും പറയാനാകാതെ ടീച്ചർ അവളോട് തലയാട്ടി. ടീച്ചർക്കപ്പോൾ ശിവയോടുള്ള ദേഷ്യം ആളിക്കത്തുകയായിരുന്നു. എന്തിൻ്റെ പേരിലാണെങ്കിലും വീട്ടിൽ കയറി വന്ന ഒരു പെൺകുട്ടിയെ അവൻ ഉപദ്രവിച്ചത് ശരിയായില്ല എന്ന് ടീച്ചർക്കറിയാമായിരുന്നു. അഞ്ജലി അപ്പോൾ രാമൻ നായരുടെ കൈ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. കാര്യം അപ്പോഴത്തെ ദേഷ്യത്തിന് ചെയ്തു പോയെങ്കിലും അവളുടെ നെറ്റി പൊട്ടി ചോര വരുന്നത് കണ്ടപ്പോൾ ഒരു നിസ്സഹായാവസ്ഥയിലായിരുന്നു ശിവ. ഒന്നും ചെയ്യാനാവാതെ അവൻ അവിടെ അങ്ങനെ തന്നെ നിൽക്കുകയായിരുന്നു. ശിവയുടെ അടുത്തുകൂടെ മുന്നോട്ട് നടക്കുമ്പോൾ രാമൻ നായർക്ക് പേടി തോന്നിയിരുന്നെങ്കിലും അഞ്ജലി സഹതാപത്തോടെ ശിവയുടെ കണ്ണിലേക്ക് നോക്കി. എന്നിട്ട് മെല്ലെ അവൻ്റെ അരികിൽ അവിടെ നിന്നു. വാ മോളെ, അവൾ അവിടെ അവൻ്റെ അരികിൽ നിന്നപ്പോൾ പേടിയോടെ രാമൻ നായർ അവളുടെ കൈ പിടിച്ചു. അവൾ അപ്പോൾ രാമൻ നായരുടെ കയ്യിൽ നിന്നും അവളുടെ കൈയെടുത്ത് മാറ്റി. എന്നിട്ട് ശിവയുടെ കണ്ണിലേക്ക് സഹതാപത്തോടെ ഒന്ന് നോക്കി. പിന്നെ അവൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ പെട്ടെന്ന് തന്നെ അവൻ്റെ കാലിലേക്ക് വീഴുകയായിരുന്നു. അവൾ കാലിൽ വീണതും ശിവ ആകെ ഒന്ന് ഞെട്ടി. എന്തു പറയണമെന്ന് അവന് പുറത്തേക്ക് വാക്കുകൾ വന്നില്ല. അവൾ അപ്പോൾ അവളുടെ 2 കൈകൊണ്ടും അവൻ്റെ 2 കാലിലും മുറുകെ പിടിച്ചു. ചവിട്ടി മാറ്റാനോ തള്ളി മാറ്റാനോ ആവാതെ ശിവ അങ്ങനെ നിന്നു. കാരണം ഒരു പെൺകുട്ടി കാലിൽ വീഴുന്നത് അവൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമായിരുന്നു. അതുകൊണ്ട് തന്നെ അത് കണ്ടപ്പോൾ സത്യാവതി ടീച്ചറും സുമതിയുമൊക്കെ ആകെ ഞെട്ടിപ്പോയിരുന്നു. ശിവേട്ടാ, എന്നെ ഉപദ്രവിക്കരുത്. അറിഞ്ഞോ അറിയാതെയോ മനസ്സുകൊണ്ട് പോലും ഒരു ദ്രോഹവും ഞാൻ ഏട്ടനോട് ചെയ്തിട്ടില്ല. അച്ഛനോടും ഏട്ടന്മാരോടുമുള്ള വാശി ഏട്ടൻ എന്നോട് തീർക്കരുത്. ഒരിക്കലും ഒരു പരാതി പറയാനോ ദേഷ്യം തീർക്കാനോ വന്നതല്ല ഞാൻ. ഏട്ടൻ ഇന്ന് തല്ലിപ്പൊട്ടിച്ച ഹോസ്പിറ്റൽ എൻ്റെ ജീവിതമാർഗമായിരുന്നു, ആകെയുള്ള സമ്പാദ്യമായിരുന്നു. എന്നെ ജീവിക്കാൻ അനുവദിക്കണം. ആരോരുമില്ലാത്ത ഒരു പാവമാണ് ഞാൻ. ഉപദ്രവിക്കരുത് ശിവേട്ടാ, ഞാൻ ഏട്ടൻ്റെ കാലു പിടിക്കാം. അത് പറഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ കാലിൽ കിടന്ന് കരയുകയായിരുന്നു. ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ ശിവ അങ്ങനെ നിന്നു.
അവളുടെ കരച്ചിൽ കണ്ടതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവന് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നി. അവൻ അവന്റെ നെറ്റിയിൽ ഒന്ന് കൈ അമർത്തി പിടിച്ചു. കാര്യം ശത്രുവിന്റെ മോളൊക്കെയാണ്, പക്ഷേ ചെയ്തത് ശരിയായില്ല എന്ന് അവന്റെ മനസ്സിൽ അവന് തോന്നി തുടങ്ങിയിരുന്നു. എന്തിന്റെ പേരിലാണ് ഞാൻ ഈ പെൺകുട്ടിയെ ഉപദ്രവിച്ചതെന്ന് അവന് തന്നെ അറിയില്ലായിരുന്നു. തന്റെ കാലിൽ വീണ് പൊട്ടിക്കരയുന്ന അവളെ കണ്ടപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ അവനൊന്ന് അവളെ നോക്കി. രാമൻ നായർക്കപ്പോൾ വല്ലാതെ പേടി തോന്നുന്നുണ്ടായിരുന്നു. ശിവ വീണ്ടും അവളെ ഉപദ്രവിച്ചാലോ എന്ന പേടി. മോളെ എണീക്ക്, നമുക്ക് പോകാം, ഞാൻ പറയുന്നത് കേൾക്ക്. രാമൻ നായർ ശിവയുടെ കാലിൽ കിടക്കുന്ന അവളെ എങ്ങനെയൊക്കെയോ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അഞ്ജലി അപ്പോഴും കരയുകയായിരുന്നു. ശിവയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി. ചോരയൊലിക്കുന്ന നെറ്റിയും പൊത്തിപ്പിടിച്ചുകൊണ്ട് അവൾ രാമൻ നായർക്കൊപ്പം മുന്നോട്ട് നടന്നു. അപ്പോൾ അവൾ നിസ്സഹായതയുടെ കണ്ണുകളോടെ ശിവയെ നോക്കുന്നുണ്ടായിരുന്നു. ശിവയും അതെ അവളെ തന്നെ നോക്കുകയായിരുന്നു. എത്രയോ തല്ലും പിടിയും വഴക്കുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ജീവിതത്തിൽ ഇന്നുവരെ തോന്നാത്ത എന്തോ ഒരു തരം അവസ്ഥയായിരുന്നു അവനപ്പോൾ. വിഷമമാണോ, സഹതാപമാണോ, കുറ്റബോധമാണോ എന്നറിയില്ല. വല്ലാതെ നെഞ്ചു നീറുന്നൊരവസ്ഥ. ശിവയെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് തന്നെ അഞ്ജലി രാമൻ നായരോടൊപ്പം മുന്നോട്ടു പോയി. കരഞ്ഞുകൊണ്ട് തന്നെ അഞ്ജലി കാറിൽ കയറി. രാമൻ നായരും അവളും അവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. ശിവ അപ്പോൾ അവിടെ അങ്ങനെ തന്നെ നിൽക്കുകയായിരുന്നു. സത്യാവതി ടീച്ചർ എന്തു പറയണമെന്നറിയാതെ വീൽചെയറിലിരുന്ന് അവനെ നോക്കി. അവനെന്തോ ആകെ വിയർക്കുന്ന പോലെ തോന്നി. പിന്നെ മെല്ലെ സോഫയിൽ ചെന്നിരുന്നു. തലയിൽ കൈവച്ചുകൊണ്ട് സോഫയിലേക്ക് ചാരിയിരുന്ന് എന്തോ ആലോചിച്ചു. സത്യാവതി ടീച്ചർ അപ്പോൾ അവനെ ഇടം കണ്ണാലെ നോക്കി. അവർക്കപ്പോൾ അവനോട് വല്ലാത്ത ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു. അവർ മെല്ലെ വീൽചെയർ തള്ളിക്കൊണ്ട് ശിവയുടെ അരികിലേക്ക് ചെന്നു. അവൻ അപ്പോഴും എന്തോ ഓർമ്മയിലായിരുന്നു. ശിവ, നീ ആ കുട്ടിയോട് ചെയ്തത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിന്റെ അച്ഛൻ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന അന്നു മുതൽ ഈ വീട്ടിൽ ജീവിക്കുന്നവളാ ഞാൻ. കുറേ കാലം നിന്റെ അച്ഛനോടൊപ്പവും ഇപ്പോൾ നിനക്കൊപ്പവും. ആ മനുഷ്യനോടൊപ്പം ജീവിച്ച നാളുകളിൽ ഒരിക്കലും ഈ പഠിക്കൽ വന്ന ഒരാൾ കരഞ്ഞിറങ്ങി പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല. വരുന്നത് എത്ര വലിയ ശത്രുക്കളാണെങ്കിൽ പോലും കസേരയിട്ട് ഇരുത്തിയ ശേഷം മാത്രമേ നിന്റെ അച്ഛൻ കാര്യം ചോദിക്കാറുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് നീ ഇന്ന് എന്ത് പണിയാണ് ചെയ്തത്? ഒരു പെൺകുട്ടി, അതും ഒരു പാവം കുട്ടി, നിന്റെ അടിയും കൊണ്ട് ചോരൊലിച്ച് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നു. സത്യാവതി ടീച്ചർ ഓരോന്ന് പറയുമ്പോൾ ശിവ ചാരി വെച്ചിരുന്ന കൈയെടുത്തുകൊണ്ട് നേരെ ഇരുന്ന് അമ്മയുടെ മുഖത്തേക്കൊന്നു നോക്കി. ഞാൻ അതാ രാഘവൻ നായരുടെ മോളാണെന്ന് കേട്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ശിവ അമ്മയോട് പറഞ്ഞു. ഓ, അപ്പോൾ നിനക്ക് ഇഷ്ടപ്പെടാത്തവരെയൊക്കെ കണ്ടാൽ നീ അങ്ങ് ഉപദ്രവിക്കുമല്ലേ? അവൾ ആരുടെ മോളാണെങ്കിലും അവളുടെ ദേഹത്ത് കൈവെക്കാനുള്ള അധികാരം നിനക്ക് എവിടുന്നാ ശിവ കിട്ടിയത്? നിന്റെ കാല് പിടിച്ച് കരഞ്ഞിട്ടല്ലേ ആ പെൺകുട്ടി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്? എത്രയോ തല്ലും പിടിയും വഴക്കുകളുമൊക്കെ നീ ഈ കുറഞ്ഞ കാലത്തിനിടയ്ക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ അപ്പോഴൊന്നും ഇത്രത്തോളം എൻ്റെ മനസ്സ് പിടഞ്ഞിട്ടില്ല. എന്നും നീ നേരെ ആവാനും നിന്റെ നല്ലതിനു വേണ്ടിയും മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. പക്ഷേ ഇന്ന് നീ ചെയ്ത കാര്യം വലിയ തെറ്റായി പോയി ശിവ. ആ പാവം പെൺകുട്ടി ജീവിക്കാൻ വേണ്ടി കയ്യിലുണ്ടായിരുന്ന പൈസ എടുത്ത് വാങ്ങിച്ച ബിൽഡിംഗ് സകലതും അടിച്ചു തകർക്കാൻ നിനക്ക് എവിടുന്നാണ് ശിവ അധികാരം കിട്ടിയത്? അതും പോരാഞ്ഞ് അതിനെ ഇപ്പോൾ ഇവിടെ വെച്ച് ഉപദ്രവിക്കുകയും ചെയ്തു. നിനക്ക് രാഘവൻ നായരോടും കുടുംബത്തോടുമുള്ള ദേഷ്യത്തിന്റെ കഥയും അച്ഛനോടുള്ള സ്നേഹത്തിന്റെ കാര്യവും ഒക്കെ അമ്മയ്ക്കറിയാം. പക്ഷേ അതൊക്കെ കഴിഞ്ഞിട്ടിപ്പോൾ കാലം എത്ര കഴിഞ്ഞു പോയി മോനെ. നീ അതൊക്കെ മറക്കണമെന്നോ അവരെ സ്നേഹിക്കണമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അതിൻ്റെ പേരിൽ നീ നിന്റെ ജീവിതവും നശിപ്പിച്ചുകൊണ്ട് അവരെ പുറകെ നടന്ന് ഇങ്ങനെ ഉപദ്രവിക്കേണ്ടതുണ്ടോ? അച്ഛൻ കുടിച്ച മദ്യത്തിൽ പോയ്സൺ ഉണ്ടായിരുന്നു എന്നും അത് ചേർത്തി കൊടുത്തത് രാഘവൻ നായരാണെന്നുമൊക്കെ കേട്ടറിവല്ലേ നമുക്കുള്ളൂ. അച്ഛൻ മരിക്കുന്നതിന് മുൻപ് നമ്മളോട് അതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇനി അയാളൊരു മോശക്കാരനാണെന്ന് തന്നെ ഇരിക്കട്ടെ. അയാളോടുള്ള ശത്രുതയും മനസ്സിൽ വെച്ച് നീ നിന്റെ ജീവിതം നശിപ്പിക്കാൻ തുടങ്ങിയിട്ട് നാളെത്രയായി ശിവ? അച്ഛൻ അയാൾ ചതിച്ചു. നമുക്ക് അവകാശപ്പെട്ട സ്വത്തിന്റെ നല്ലൊരു വിഹിതം കൈക്കലാക്കുകയും ചെയ്തു. അതിന്റെയൊക്കെ ശാപം അയാൾ അനുഭവിക്കട്ടെ എന്ന് കരുതുകയല്ലാതെ നീ നിന്റെ ജീവിതവും നശിപ്പിച്ചുകൊണ്ട് അയാളോടുള്ള പക വീട്ടാൻ നടക്കണോ മോനെ? എല്ലാം കൂടെ കണ്ടും കേട്ടും സത്യാവതി ടീച്ചർക്ക് എന്ത് പറയണമെന്ന് അറിയുന്നില്ലായിരുന്നു. ശിവയോട് ഓരോ വാക്ക് പറയുമ്പോഴും ആ അമ്മ കരയുകയായിരുന്നു. ശിവ അപ്പോൾ അമ്മയുടെ കണ്ണുകളിലേക്ക് നോക്കി. എന്നിട്ട് പറഞ്ഞു, അയാളോടുള്ള ദേഷ്യം എനിക്ക് അത്രയ്ക്കുണ്ടമ്മേ. രാത്രിയിൽ അച്ഛൻ്റെ നെഞ്ചിൽ ചാഞ്ഞു കിടന്ന് മാത്രം ഉറങ്ങിയിരുന്ന എനിക്ക് അച്ഛനെ നഷ്ടപ്പെടുത്തിയത് അയാളാണ്. ഞാൻ മരിക്കുന്നവരെ എനിക്ക് ആ ദേഷ്യം മാറില്ല. അയാളെ തോൽപ്പിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, അയാളുടെ നാശം കാണാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്യും. അതിനി ആര് പറഞ്ഞാലും എൻ്റെ ദേഷ്യം മാറില്ല. പക്ഷേ
ഇന്ന് ആ പെൺകുട്ടിയെ ഉപദ്രവിച്ചത് തെറ്റായി പോയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ദേഷ്യത്തിന് പറ്റിപ്പോയി. ഇനി എനിക്ക് അതിലൊന്നും ചെയ്യാനില്ല, ശിവ അമ്മയോട് പറഞ്ഞു. ടീച്ചർ അപ്പോൾ അവനെ ഒന്ന് നോക്കി. വീൽചെയറിൻ്റെ ചക്രം ഒന്നുകൂടെ ഉരുട്ടിക്കൊണ്ട് അവൻ്റെ സോഫയോട് ചേർന്നിരുന്നു. എന്നിട്ട് അവൻ്റെ കയ്യിൽ മെല്ലെ ഒന്ന് തൊട്ടു. എന്നിട്ട് മെല്ലെ പറഞ്ഞു, നീ ചെയ്തത് തെറ്റായി പോയി മോനെ. അയാളൊരു ദുഷ്ടനായിരിക്കും, പക്ഷേ അയാളുടെ ഭാര്യ ജാനകി നിന്നോട് എന്ത് സ്നേഹമായിരുന്നു എന്നറിയാമോ? ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ മോളില്ലേ അഞ്ജലി, അവളെയും നിന്നെയും ഒരുപോലെ കണ്ട അവൾ സ്നേഹിച്ചത്. അയാൾ ചെയ്ത തെറ്റിന് അയാളുടെ ഭാര്യയോ മോളോ ഒന്നും ചെയ്തിട്ടില്ല. ഈ കുട്ടിയൊക്കെ അന്ന് എത്ര ചെറുതാണ്. നിന്റെ മനസ്സിലും കാണില്ലേ അവളോടൊപ്പം പണ്ട് ഓടിക്കളിച്ച ഓർമ്മകളും മറ്റും. എത്ര വർഷത്തിന് ശേഷമാ അത് നീ വീട്ടിൽ വന്നത്. മോനെ, അറിഞ്ഞോ അറിയാതെയോ പോലും നിന്നോട് ഒരു തെറ്റും ആ പെൺകുട്ടി ചെയ്തിട്ടില്ല. അതിൻ്റെ ഹോസ്പിറ്റൽ നീ അടിച്ചു തകർത്തെന്നും ആകെ കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യമാണ് ഹോസ്പിറ്റലിന് വേണ്ടി ചെലവിട്ടതെന്നും എന്നോട് സങ്കടം പറഞ്ഞ് കരയുകയായിരുന്നു അത്. എന്നിട്ടും നിന്നെപ്പറ്റി മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അച്ഛനോട് ശിവേട്ടന് ദേഷ്യം കാണുമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, സത്യാവതി ടീച്ചർ പറഞ്ഞു. ശിവ അപ്പോൾ അമ്മയുടെ മുഖത്തേക്ക് നോക്കി. ടീച്ചർ അപ്പോൾ അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. ആ കുട്ടി പറയുകയായിരുന്നു അതിനെയും അതിൻ്റെ അമ്മയെയും ആ മനുഷ്യൻ നോക്കിയിട്ടേയില്ലെന്ന്. അയാളുടെ കൂടെയും ആൺമക്കളുടെ കൂടെയും ജീവിക്കാൻ കഴിയാഞ്ഞിട്ടാണത്രേ അവരെ ഒരു ബന്ധു ഇവിടെ നിന്ന് അമേരിക്കയിലേക്ക് കൊണ്ടുപോയത്. ഇപ്പോൾ തിരിച്ചു വന്നപ്പോൾ അതിൻ്റെ ഷെയർ എന്നും പറഞ്ഞ് അയാൾ ഒരു ചെറിയ സംഖ്യ കൊടുത്ത് അതിൻ്റെ എല്ലാ അവകാശങ്ങളും തീർക്കുകയായിരുന്നു അത്രേ. ആ പൈസ വെച്ചാണ് പോലും അത് ജീവിക്കാൻ വേണ്ടി ആ ബിൽഡിംഗ് വാങ്ങി ഹോസ്പിറ്റൽ സെറ്റാക്കിയത്. അതാണ് നീ ഒരു നിമിഷം കൊണ്ട് അടിച്ചു തകർത്തതെന്ന്. ടീച്ചർ അത് പറഞ്ഞപ്പോൾ ശിവ പെട്ടെന്ന് ഞെട്ടിപ്പോയി. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു കാര്യം അവൻ അറിയില്ലായിരുന്നു. അവൻ അപ്പോൾ അമ്മയെ തന്നെ നോക്കി. ടീച്ചർ അവനോട് അവൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം പതിയെ പറഞ്ഞു മനസ്സിലാക്കി. പാവമാ മോനെ, ആരുടെയും കണ്ണുനീർ വാങ്ങിയിട്ട് നമുക്കൊന്നും വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, എത്രയോ തലമുറയ്ക്ക് ജീവിക്കാനുള്ളത് ഇനിയും ഇവിടെ ബാക്കി കിടപ്പുണ്ട്. ആരൊക്കെ പറ്റിച്ചെടുത്താലും നമുക്ക് ജീവിക്കാനുള്ളതൊക്കെ ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്. ആ കൂട്ടത്തിൽ ആരുടെയും കണ്ണുനീർ വാങ്ങി വെച്ചുകൊണ്ട് നമുക്കൊരു പ്രതികാരവും ചെയ്യേണ്ട. ആ കുട്ടിക്ക് നഷ്ടപരിഹാരം ചെയ്യണം. ഇവിടെ എൻ്റെ കാലിലും നിന്റെ കാലിലും വീണ് കരഞ്ഞ പെൺകുട്ടിയുടെ ശാപം നമുക്കുണ്ടാവരുത്. അതിന് ജീവിക്കാൻ വേണ്ടി ആ ഹോസ്പിറ്റൽ നീ തല്ലി തകർത്തതിലും കേമമായി തുടങ്ങാനുള്ള ഒരു തുക കൊടുക്കണം. വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. ഇത് നിന്നോടുള്ള നിന്റെ അമ്മയുടെ അപേക്ഷയാണ്. സത്യാവതി ടീച്ചർ കരഞ്ഞുകൊണ്ട് അവനോട് പറഞ്ഞപ്പോൾ ശിവയ്ക്ക് ഒന്നും പറയാനാവാതെ ശിവ അങ്ങനെ തന്നെ ഇരിക്കുകയായിരുന്നു. കുറച്ചു നേരം അവൻ എന്തോ ആലോചിച്ച ശേഷം സോഫയിൽ നിന്ന് എണീറ്റു. എന്നിട്ട് പറഞ്ഞു, എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം അമ്മേ, അറിയാതെ പറ്റിപ്പോയതാണ്. അത് പറഞ്ഞുകൊണ്ട് അവൻ സ്റ്റെയർ കയറി വേഗം മുറിയിലേക്ക് പോയി. അവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ആശ്വാസം എന്ന വണ്ണം സത്യാവതി ടീച്ചർ അവനെ നോക്കി. ചെയ്തത് തെറ്റാണെന്ന് കുട്ടിക്ക് തോന്നിയിട്ടുണ്ടെന്ന് തോന്നുന്നു സുമതിയെ. അവൻ്റെ മനസ്സൊന്ന് മാറിയാൽ മതിയായിരുന്നു, സത്യാവതി ടീച്ചർ സുമതിയോട് പറഞ്ഞു. ശിവക്കുഞ്ഞിൻ്റെ മുഖം വല്ലാതായിട്ടുണ്ട്, അറിയാതെ പറ്റിപ്പോയതായിരിക്കും, സുമതി ടീച്ചറോട് പറഞ്ഞു. ടീച്ചർ അപ്പോൾ സമാധാനത്തോടെ ഒരു ശ്വാസമെടുത്തു. എന്നിട്ട് സുമതിയോട് ചോദിച്ചു, നല്ല കുട്ടിയല്ലേ അവള്? കുഞ്ഞിലേ കണ്ടതാ, ഇപ്പോൾ കണ്ടപ്പോൾ മുഖത്തു നിന്ന് കണ്ണെടുക്കാൻ തോന്നുന്നില്ല. രാഘവന്റെയും ആൺമക്കളുടെയും ഒന്നും സ്വഭാവം ആ കുട്ടിക്ക് കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. അതിന് ജാനകിക്കും അങ്ങനെയായിരുന്നു, നല്ല സ്വഭാവമായിരുന്നു. ടീച്ചർ പറഞ്ഞപ്പോൾ സുമതിയും അത് ശരിവെച്ചു. നല്ല കുട്ടി, എന്ത് ഭംഗിയാ കാണാൻ. ഞാനും അതിനെ തന്നെ നോക്കുകയായിരുന്നു. പാവം ഒറ്റയ്ക്ക് ജീവിക്കുന്നവരുടെ അവസ്ഥ അവർക്കല്ലേ അറിയൂ. എത്ര ബന്ധുക്കളും അച്ഛനും ആങ്ങളമാരും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഒറ്റപ്പെട്ടു പോയാൽ അതൊരു വല്ലാത്ത അവസ്ഥ തന്നെയാണ്, സുമതി പറഞ്ഞു. അതിന് ദൈവം രക്ഷിക്കട്ടെ. എന്തായാലും നശിപ്പിച്ചതൊക്കെ തിരിച്ചു കൊടുക്കാൻ ശിവയ്ക്ക് മനസ്സുണ്ടായല്ലോ. ഒക്കെ നല്ലതിനാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം, സത്യാവതി ടീച്ചർ സമാധാനത്തോടെ പറഞ്ഞു. അതേസമയം മുറിയിൽ ശിവയ്ക്ക് വല്ലാതെ ആവുന്നുണ്ടായിരുന്നു. കണ്ണിൽ നിറയെ അവളുടെ മുഖം മാത്രമായിരുന്നു. ആദ്യം കണ്ടപ്പോൾ തിരിഞ്ഞു നോക്കിയ അവളുടെ മുഖവും പിന്നീട് താൻ ഉപദ്രവിച്ചപ്പോൾ താഴേക്ക് വീണതും നെറ്റിയിൽ നിന്ന് ചോര വന്നതും തൻ്റെ കാലിൽ കിടന്ന് കരഞ്ഞതുമെല്ലാം അവൻ്റെ മനസ്സിൽ മിന്നി മാഞ്ഞുകൊണ്ടിരുന്നു. കണ്ണടയ്ക്കാനും തുറക്കാനും പറ്റാത്തൊരവസ്ഥയിൽ അവൻ അങ്ങനെ വീർപ്പുമുട്ടി. ഒപ്പം അമ്മ പറഞ്ഞ കാര്യങ്ങളും അവൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. താൻ ചെയ്തത് തെറ്റായിപ്പോയി എന്ന പൂർണ്ണ ബോധ്യം അവനുണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാം, പറ്റിപ്പോയില്ലേ. ഇനി അത് തിരുത്തുക,
അല്ലെങ്കിൽ തന്നെ അമ്മ പറഞ്ഞ പോലെ അയാളോടുള്ള ദേഷ്യത്തിന് പുറംനാട്ടിൽ നിന്ന് വന്ന ഒരു കുട്ടിയുടെ ജീവിതം തകർക്കേണ്ട ആവശ്യമില്ലല്ലോ. അതിൻ്റെ നെറ്റിയിൽ വല്ലാതെ മുറിവുണ്ടായിട്ടുണ്ട്. ഡോക്ടറെ കാണിച്ചോ ആവോ? വിവരങ്ങളൊന്നും അറിയാനും വഴിയില്ലല്ലോ. എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടിക്കൊണ്ട് ശിവ അങ്ങനെ കിടന്നു. അല്പം കഴിഞ്ഞ് കല്യാണത്തിന് പോയ അമ്മാവനും ഭാര്യയും മക്കളും തിരിച്ചെത്തി. അമ്മാവൻ അവൻ്റെ മുറിയുടെ ഡോറിൽ വന്ന് തട്ടിയെങ്കിലും ശിവ വല്ലാത്തൊരവസ്ഥയിലായിരുന്നതുകൊണ്ട് തന്നെ വാതിൽ തുറക്കാൻ പോയില്ല. ഉറങ്ങിപ്പോയെന്ന് കരുതി കുറച്ചു നേരം വിളിച്ച ശേഷം അമ്മാവൻ തിരികെ താഴേക്ക് പോവുകയും ചെയ്തു. സംഭവിച്ചതോർത്ത് ആകെ വിഷമത്തിലിരിക്കുന്നത് കൊണ്ട് തന്നെ ശിവയ്ക്ക് അന്ന് ഭക്ഷണം കഴിക്കാനും തോന്നിയില്ല. അവൻ തലയിണയിൽ മുഖമമർത്തി അങ്ങനെ കിടന്നു. ഏറെ നേരം കിടന്നിട്ടും അവൻ ഉറക്കം വന്നതേയില്ല. രാത്രി ഏറെ കഴിഞ്ഞിട്ടും അതുതന്നെ ആയിരുന്നു സ്ഥിതി. അവൻ ഉറങ്ങാൻ കഴിഞ്ഞതേയില്ല. എങ്ങനെയൊക്കെയോ അവൻ അന്ന് രാത്രി നേരം വെളുപ്പിച്ചെടുത്തു. പിറ്റേന്ന് രാവിലെ തന്നെ അവൻ എണീറ്റ് ഡ്രസ്സ് മാറി ജീപ്പും എടുത്ത് പുറത്തേക്കിറങ്ങി. അവളെ കാണണം, മാപ്പ് പറയണം. ഹോസ്പിറ്റൽ തല്ലി തകർത്തതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കണം. പക്ഷേ എന്താ ചെയ്യുക? എവിടെ നിന്നാ കാണുക? രാഘവൻ നായരുടെ വീട്ടിലേക്ക് കയറി ചെല്ലാൻ പറ്റില്ല. അവൻ ജീപ്പ് റോഡരികിൽ കൊണ്ട് സൈഡാക്കി നിർത്തി സ്റ്റിയറിങ്ങിൽ തലവെച്ച് കിടന്ന് പലതും ആലോചിച്ചു. അല്പനേരം കഴിഞ്ഞ് ജീപ്പ് സ്റ്റാർട്ടാക്കി രാഘവൻ നായരുടെ കൊപ്രാക്കളത്തിലേക്കാണ് നേരെ പോയത്. കാര്യസ്ഥൻ രാമൻ നായർ രാവിലെ കണക്ക് നോക്കാൻ അവിടെ എത്താറുണ്ട്. അത് മനസ്സിൽ കണ്ടാണ് ശിവ അങ്ങോട്ട് ചെന്നത്. കൊപ്രക്കളത്തിൽ അവൻ്റെ ജീപ്പ് ചെന്ന് നിന്നു. പണിക്കാരപ്പോൾ വെയിൽ കൊള്ളാനായി കൊപ്ര ചിക്കിയിടുന്ന തിരക്കിലായിരുന്നു. 10ഓളം പണിക്കാർ പറമ്പിലുണ്ടായിരുന്നു. അതിന് നടുവിലൂടെ അങ്ങറ്റത്ത് കാണുന്ന പഴയ കൊപ്രാപുരയിലേക്ക് ശിവ നടന്നു. അകത്തെത്തിയപ്പോൾ രാമൻ നായർ അവിടെ കൊപ്രച്ചാക്ക് എടുക്കാൻ സഹായിക്കുന്നുണ്ടായിരുന്നു. ചാക്ക് താഴേക്ക് വെക്കുന്നതിനിടയിൽ ശിവയെ കണ്ട രാമൻ നായർ ഒന്നും ഞെട്ടി. എന്നാൽ തലേ ദിവസത്തെ പോലെ അവൻ്റെ മുഖത്തപ്പോൾ ദേഷ്യമൊന്നുമില്ലായിരുന്നു. ശിവയെ കണ്ടപ്പോൾ ഒരു പരിങ്ങലോടെയാണെങ്കിലും രാമൻ നായർ അവൻ്റെ അരികിലേക്ക് വന്നു. കുഞ്ഞിവിടെ? അയാൾ അല്പം പേടിയോടെ ചോദിച്ചു. ഞാൻ പ്രശ്നത്തിനൊന്നും വന്നതല്ല. എനിക്ക് ആ കുട്ടിയെ ഒന്ന് കാണണമായിരുന്നു. ഇന്നലെ പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ എന്തോ അങ്ങനെ ചെയ്തു പോയതാ. അതങ്ങനെ ഒരു മുറിവുണ്ടാക്കുമെന്നൊന്നും കരുതിയില്ല, ശിവ പറഞ്ഞു. അവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ രാമൻ നായർക്ക് വല്ലാതെ ആശ്വാസം വീണു. അയാൾ അപ്പോൾ അവനെ നോക്കി ഒന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, കുട്ടി വീട്ടിലുണ്ട്. ഇന്നലെ അങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് ഞാനും വിചാരിച്ചില്ല. കുട്ടി നിർബന്ധിച്ചിട്ടാ ഞാൻ വീട്ടിലേക്ക് വന്നത്. അതൊരു പാവമാ മോനെ. ഇട്ട് മൂടാനുള്ള സ്വത്തുണ്ട് മുതലാളിക്ക്. മോനറിയാലോ, പറ്റിച്ചും വെട്ടിച്ചുമൊക്കെ കുറേ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ടും വെറും പിച്ചക്കാശ് കൊടുത്താ ഈ പെൺകുട്ടിയുടെ ഷെയർ ഒതുക്കിയത്. അയാളുടെ സ്വന്തം മോളാണെന്നേ ഉള്ളൂ. അയാൾക്കതിനോട് സ്നേഹമൊന്നുമില്ല. അയാൾക്ക് അയാളും അയാളുടെ ആൺകുട്ടികളും മാത്രം മതി. അമേരിക്കയിൽ നല്ലൊരു ഹോസ്പിറ്റലിൽ അതിന് ജോലി കിട്ടിയതാ. പിന്നെ ഇവിടെ ഷെയർ വാങ്ങി ഒരു ചെറിയ ക്ലിനിക്ക് ഇട്ട് ഇവിടെ ജീവിക്കാലോ എന്ന് കരുതിയാ തിരികെ വന്നത്. പക്ഷേ അതിങ്ങനെയൊന്നും ആകുമെന്ന് അത് കരുതിയില്ല. രാമൻ നായർ കൂടി അത് പറഞ്ഞപ്പോൾ ശിവയ്ക്ക് എന്തോ വല്ലാത്ത പോലെ തോന്നി. ഞാൻ അറിയാതെ പറ്റിപ്പോയതാ. പകരം എന്തു വേണമെങ്കിലും ചെയ്യാം. ശിവ അത് പറയുമ്പോൾ അവൻ്റെ സ്വരം ഇടറുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റിയാൽ വലിയ ഉപകാരമായിരിക്കും. അതിനിനി ആ വീട്ടിൽ നിന്ന് ഷെയർ ഒന്നും കിട്ടില്ല. ആകെ കിട്ടിയത് മോൻ തല്ലി തകർത്തതിൻ്റെ വഴക്കും അതിന് വീട്ടിൽ നിന്ന് നല്ല ധാരാളം കിട്ടി. പാവമാ കുഞ്ഞെ, സഹായിക്കാൻ പറ്റുമെങ്കിൽ ചെയ്യണം, രാമൻ നായർ ശിവയോട് പറഞ്ഞു. സഹായിക്കാൻ പറ്റും, അതിനാണല്ലോ ഞാൻ വന്നത്. ഹോസ്പിറ്റലിൽ പോയിട്ട് എങ്ങനെയുണ്ട് മുറിവ്? ശിവ അയാളോട് ചോദിച്ചു. മുറിവ് കുറച്ച് ആഴത്തിലുണ്ടായിരുന്നു. 8 സ്റ്റിച്ചുണ്ട്. രാമൻ നായർ അത് പറഞ്ഞപ്പോൾ ശിവ വല്ലാതെ ഞെട്ടി. താൻ കാരണമാണല്ലോ അതെന്നാലോചിച്ചപ്പോൾ അവൻ്റെ മനസ്സ് കീറി മുറിയുന്ന പോലെ അവന് തോന്നി. 8 സ്റ്റിച്ചോ? ശിവ ചോദിച്ചു. അതെ, ആഴത്തിലുണ്ടായിരുന്നു. അതാ ചോര നിൽക്കാഞ്ഞത്. ഏറെ വൈകിയാ ഞങ്ങൾ വീട്ടിലെത്തിയത്. കുഞ്ഞു വീട്ടിലാണ്. മോനിപ്പോൾ അവളെ കാണണമെന്ന് വെച്ചാൽ എങ്ങനെയാ? ഞാൻ ചെന്ന് പറഞ്ഞാൽ മതിയോ? അയാൾ ചോദിച്ചു. മതി. ശിവ അവൻ്റെ പോക്കറ്റിൽ നിന്ന് കാർഡെടുത്ത് രാമൻ നായർക്ക് നേരെ നീട്ടി. ചെന്നിട്ട് പറഞ്ഞാൽ മതി. എൻ്റെ നമ്പറിൽ ഒന്ന് വിളിക്കാൻ പറയണം, ശിവ പറഞ്ഞു. രാമൻ നായർ അപ്പോൾ ആ കാർഡ് വാങ്ങി. ഞാൻ പറയാം, ഇത് കഴിഞ്ഞ് ചെന്നപാടെ തന്നെ പറയാം, രാമൻ നായർ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു. ശരി, ശിവ അത് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നു. 2 അടി മുന്നോട്ട് നടന്നതും അവൻ അവിടെ തന്നെ നിന്നു. എന്നിട്ട് രാമൻ നായരെ ഒന്ന് തിരിഞ്ഞു നോക്കി. ശേഷം അയാളുടെ അരികിലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, ഇന്നലെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ മോശമായി പെരുമാറി എന്നറിയാം.
നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ടല്ല, ഞാൻ പറഞ്ഞല്ലോ, പറ്റിപ്പോയതാണ്, ഒന്നും വിചാരിക്കരുത്. ശിവ മുഖത്ത് നോക്കാൻ അല്പം മടി കാണിച്ചിട്ടാണെങ്കിലും അത് പറഞ്ഞപ്പോൾ രാമൻ നായർക്കെന്തോ വലിയ ആശ്വാസം തോന്നി. സാരമില്ല കുഞ്ഞേ, ഞാൻ അതൊക്കെ മറന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവിടുത്തെ വെറും ഒരു ജോലിക്കാരനാ. എന്നാലും പറയുകയാ, ആ കുഞ്ഞിനൊരു സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ അത് മോന് ചെയ്യാൻ കഴിയുന്ന വലിയ പുണ്യമാകും. രാമൻ നായർ അത് പറഞ്ഞുകൊണ്ട് ശിവയുടെ കയ്യിൽ ഒന്ന് മെല്ലെ പിടിച്ചു. ശിവ അപ്പോൾ അയാളെ നോക്കി ചിരിച്ചു. ഞാനെന്നാ മോന് അഞ്ജലി കുഞ്ഞിൻ്റെ നമ്പർ തരാം. മോനൊന്ന് വിളിച്ച് സംസാരിച്ചു നോക്കൂ. അതിന് മോൻ്റെ നാവിൽ നിന്ന് തന്നെ ഇത് കേട്ടാൽ വലിയ ആശ്വാസമാകും. രാമൻ നായർ അത് പറഞ്ഞുകൊണ്ട് അരയിലെ പേഴ്സിൽ നിന്ന് ഒരു കുഞ്ഞു ഡയറി എടുത്തു. എന്നിട്ട് അതിൽ നിന്ന് അഞ്ജലിയുടെ ഫോൺ നമ്പർ ശിവയ്ക്ക് പറഞ്ഞു കൊടുത്തു. ശിവ വേഗത്തിൽ ആ നമ്പർ അവൻ്റെ ഫോണിൽ ഡയൽ ചെയ്തു. ഞാനെന്നാ അങ്ങോട്ട്, ശിവ അയാളോട് പറഞ്ഞു. ആയിക്കോട്ടെ, രാമൻ നായർ സന്തോഷത്തോടെ തലയാട്ടി. അവൻ്റെ ജീപ്പ് കൊപ്രാക്കളത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു. വീട്ടിലേക്ക് പോകുന്ന വഴിയരികിൽ പാടത്തിന് സൈഡിലായി കൊണ്ട് ചെന്ന് ശിവ ജീപ്പ് നിർത്തി. ഫോണിൻ്റെ ഡയൽ പാഡിൽ അവളുടെ നമ്പർ എടുത്ത് അതിലേക്കൊന്ന് നോക്കി. ഒരു മടിയോടെയാണെങ്കിലും മറ്റൊന്നും ആലോചിക്കാതെ അവൻ ആ നമ്പറിലേക്ക് കോൾ ഡയൽ ചെയ്തു. അകത്തെ റൂമിൽ കിടക്കയിലിരുന്ന് കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അഞ്ജലിയുടെ ഫോൺ റിങ് ചെയ്തത്. കോരി കുടിക്കുന്ന സ്പൂൺ കഞ്ഞിയിലേക്ക് തന്നെ വെച്ചുകൊണ്ട് അഞ്ജലി കൈനീട്ടി ഫോൺ എടുത്തു. അതിലേക്ക് നോക്കിയപ്പോൾ പരിചയമില്ലാത്ത നമ്പറാണ്. ആരാണെന്ന സംശയത്തോടെ അവൾ ഒന്ന് നോക്കി. അപ്പോഴാണ് ട്രൂ കോളറിൽ ശിവ എന്ന പേര് കണ്ടത്. ഒരു നിമിഷം അവൾ ഒന്ന് സംശയിച്ചു. എങ്കിലും അത് ശിവ ആയിരിക്കുമെന്ന് അവൾക്ക് ഉറപ്പ് തോന്നിയതുമില്ല. അപ്പോഴേക്കും ആദ്യത്തെ കോൾ കട്ടായി. എന്നാൽ അപ്പോൾ തന്നെ ഫോണിലേക്ക് അടുത്ത റിങ്ങും വന്നു. തെല്ലൊരു സംശയത്തോടെ അവൾ ഫോൺ എടുത്തു നോക്കി. ഹലോ, അവൾ ഫോൺ ചെവിയിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു. അവളുടെ നേരത്തെ ശബ്ദം ഫോണിൽ കേട്ടതും ശിവയ്ക്ക് പെട്ടെന്ന് മുഖത്തൊരു വെളിച്ചം വന്നു. എങ്കിലും അവളോട് എന്ത് പറയണമെന്ന് അവൻ അറിയുന്നുണ്ടായിരുന്നില്ല. ഹലോ, ഞാൻ ശിവയാണ്, അവൻ മെല്ലെ പറഞ്ഞു. സത്യത്തിൽ അവനത് പറഞ്ഞപ്പോൾ അഞ്ജലി ആദ്യം ഞെട്ടുകയാണ് ഉണ്ടായത്. അവൾ ഒന്നും പറയാതെ സംശയത്തോടെ ഫോൺ ചെവിയിൽ വെച്ച് അങ്ങനെ തന്നെ ഇരുന്നു. ഹലോ, കേൾക്കുന്നില്ലേ? ശിവ അപ്പുറത്ത് നിന്ന് ചോദിച്ചു. പെട്ടെന്ന് വിളിച്ചപ്പോൾ അവൾ ഒന്ന് പരിങ്ങി. നമ്പർ എങ്ങനെ കിട്ടി? അവൾ മെല്ലെ ചോദിച്ചു. രാമൻ നായരോട് വാങ്ങിച്ചു. ശിവ രാമൻ നായരെ കാണാൻ പോയതും നമ്പർ കിട്ടിയ കാര്യവുമൊക്കെ അവളോട് പറഞ്ഞു. അഞ്ജലി അതെല്ലാം മൂളിക്കേട്ടു. മുറിവ് എങ്ങനെയുണ്ട്? ശിവ അപ്പോൾ ചോദിച്ചു. ചെറിയ വേദനയുണ്ട്, എന്നാലും കുഴപ്പമില്ല, അഞ്ജലി പറഞ്ഞു. ശിവയ്ക്ക് ശരിക്കും അവളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് പോലും അറിയുന്നില്ലായിരുന്നു. എനിക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. മുറിവൊക്കെ മാറിയിട്ട് ഒന്ന് കാണാൻ പറ്റുമോ? ശിവ അവളോട് ചോദിച്ചു. അവൻ അങ്ങനെ സൗമ്യമായി സംസാരിക്കുന്നത് കേട്ടപ്പോൾ തന്നെ അഞ്ജലിക്ക് വല്ലാത്ത ആശ്വാസം തോന്നി. എന്തേ? അവൾ അവനോട് തിരിച്ചു ചോദിച്ചു. ഒന്നുമില്ല, ഒന്ന് കാണാനായിരുന്നു. മുറിവുണങ്ങിയിട്ട് ഒന്ന് വിളിക്കാമോ? അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്കോ മറ്റോ ഇറങ്ങുമ്പോൾ ഒന്ന് കാണാൻ സാധിക്കുമോ? അവൻ അഞ്ജലിയോട് ചോദിച്ചു. അത് സാരമില്ല, മുറിവ് ഉണങ്ങണമെന്നൊന്നുമില്ല, ഞാൻ ഇന്ന് വരാം, അഞ്ജലി പറഞ്ഞു. അല്ല, ഇന്നിപ്പോൾ വയ്യാതെ? ശിവ സംശയത്തോടെ ചോദിച്ചപ്പോൾ അഞ്ജലി അവൾക്ക് വരുന്നതിന് ഒരു തടസ്സവുമില്ലെന്ന് പറഞ്ഞു. ഇപ്പം തന്നെ വരാമെന്ന് അവൾ പറഞ്ഞു കേട്ടപ്പോൾ ശിവയ്ക്കും വല്ലാത്ത സന്തോഷം തോന്നി. പുഴയ്ക്കരികിൽ പുതുതായി തുടങ്ങിയ ഗാർഡൻ റിസോർട്ടിലേക്ക് വരാനാണ് ശിവ അവളോട് പറഞ്ഞത്. താൻ അവിടെ ഉണ്ടാകുമെന്നും പറഞ്ഞു. വരാമെന്ന് പറഞ്ഞ് അഞ്ജലി ഫോൺ വെച്ചു. ശിവ അപ്പോൾ തന്നെ ഡ്രൈവ് ചെയ്ത് ഗാർഡൻ റിസോർട്ടിന് മുന്നിലെത്തിയെങ്കിലും അവൻ അതിനുള്ളിലേക്ക് കയറാതെ പുറത്തെ റോഡിൽ ജീപ്പ് നിർത്തിയിട്ട് അഞ്ജലിയെ കാത്തിരുന്നു. അവളുടെ കാർ വരുന്നത് നോക്കി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൂരെ നിന്ന് ഒരു ഓട്ടോ വരുന്നതായി അവൻ കണ്ടത്. ആ ഓട്ടോ റിസോർട്ടിന് മുന്നിൽ വന്നു നിന്നു. ഒരു സംശയത്തോടെ ശിവ ഓട്ടോയിലേക്ക് നോക്കിയപ്പോൾ അത് അഞ്ജലി ആയിരുന്നു. ഓട്ടോക്കാരന് കാശ് കൊടുത്തുകൊണ്ട് അവൾ ചുറ്റിലും നോക്കി. ശിവ അപ്പോൾ ജീപ്പിന്റെ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. കറുത്ത ഷർട്ടും കറുപ്പ് കരയുള്ള വെള്ളമുണ്ടും ധരിച്ചുകൊണ്ട് മഹേന്ദ്ര ജീപ്പിനരികിൽ നിൽക്കുന്ന ശിവയെ കണ്ടപ്പോൾ അവൾക്ക് വല്ലാത്തൊരു ഭംഗി തോന്നി. ഇന്നലെ കണ്ടതിലും ക്ഷീണിതയായിരുന്നു അഞ്ജലിയെങ്കിലും അവളുടെ മുഖത്തിന്റെ ഐശ്വര്യം അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. കറുപ്പ് ചുരിദാർ തന്നെയായിരുന്നു അവളുടെ വേഷവും. രണ്ടാളും പറഞ്ഞു ധരിച്ച പോലെ നല്ല ചേർച്ചയുണ്ടായിരുന്നു. നെറ്റിയിൽ സ്റ്റിച്ചിട്ട അടയാളമുണ്ട്. ശിവയെ കണ്ടപ്പോൾ ചിരിച്ചുകൊണ്ട് അവൾ അവനരികിലേക്ക് വന്നു. ശിവ അവളെ നോക്കി ചിരിക്കണമോ വേണ്ടയോ എന്നറിയാത്ത പോലെ നേർത്തൊന്ന് പുഞ്ചിരിച്ചു. എന്താ ഓട്ടോയിൽ വന്നത്? ഞാൻ കാറ് നോക്കി നിൽക്കുകയായിരുന്നു. ശിവ എന്തെങ്കിലും ചോദിക്കേണ്ടേ എന്ന് കരുതി അവളോട് ചോദിച്ചു.
അഞ്ജലി അപ്പോൾ അവനെ നോക്കി ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, കാറ്? എനിക്ക് കാറില്ല. കാറും സ്കൂട്ടറും ഒന്നുമില്ല. അല്ല, വീട്ടിലില്ലേ? ശിവ ചോദിച്ചു. വീട്ടിലുണ്ട്. അത് അച്ഛൻ്റെയും ഏട്ടന്മാരുടെയും ഒക്കെയല്ലേ. ഇന്നലെ കാറെടുത്തായിരുന്നു ഞാൻ അങ്ങോട്ട് വന്നത്. നിർത്തിയിട്ടത് കണ്ടപ്പോൾ സ്വന്തം വീട്ടിലെ അല്ലേന്ന് കരുതി എടുത്തതായിരുന്നു. അതിനൊരുപാട് വഴക്ക് കേട്ടു. അതൊന്നും തൊടാൻ പോലും എനിക്ക് അവകാശമില്ലെന്ന് അതോടുകൂടി മനസ്സിലായി. അഞ്ജലി മുഖത്ത് ചിരി വരുത്തിക്കൊണ്ടാണ് അത് പറഞ്ഞതെങ്കിലും അവളുടെ ഉള്ളിൽ ഒളിപ്പിച്ച വിഷമം ശിവയ്ക്ക് നന്നായി അവളുടെ കണ്ണുകളിൽ കാണാമായിരുന്നു. അവൻ അപ്പോൾ നിസ്സഹായതയോടെ അവളെ നോക്കി, അവളുടെ നെറ്റിയിലെ മുറിവിലേക്കും. എന്താ കാണണമെന്ന് പറഞ്ഞത്? അഞ്ജലി സൗമ്യമായി അവനോട് ചോദിച്ചു. പറയാം, നമുക്കൊന്ന് അങ്ങോട്ട് നിൽക്കാം, ശിവ പുഴക്കരികിലേക്ക് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ചോദിച്ചു. അഞ്ജലി അപ്പോൾ അവനോട് തലയാട്ടിക്കൊണ്ട് റിസോർട്ടിനുള്ളിലേക്ക് നടന്നു. പച്ചപ്പുല്ല് വിരിച്ച ആ ഗാർഡൻ അപ്പുറത്തായി തെളിഞ്ഞൊഴുകുന്ന പുഴയാണ്. ഗാർഡന്റെ ഉള്ളിലേക്ക് നടക്കും തോറും പുഴയിൽ നിന്ന് വരുന്ന തണുത്ത കാറ്റ് അവരെ രണ്ടുപേരെയും വന്ന് തഴുകുന്നുണ്ടായിരുന്നു. മുഖത്തേക്ക് കാറ്റ് വന്ന് ശക്തിയിൽ പതിഞ്ഞപ്പോൾ അഞ്ജലിയുടെ കുഞ്ഞുമുടികൾ അവളുടെ നെറ്റിയിലേക്ക് വന്നു വീണു. അവളുടെ സൗന്ദര്യം ഒന്നുകൂടി കൂടുന്നതായി ശിവയ്ക്കപ്പോൾ തോന്നി. പുഴയോട് ചേർന്നുള്ള ഗ്രിൽസിനരികിലാണ് ശിവയും അഞ്ജലിയും വന്ന് നിന്നത്. അഞ്ജലി അപ്പോൾ അവന്റെ മുഖത്തേക്ക് നോക്കി സ്നേഹത്തോടെ ചിരിച്ചു. മുറിവിൽ 8 സ്റ്റിച്ചുണ്ടെന്ന് രാമൻ നായർ പറഞ്ഞു. ഞാൻ അപ്പോളത്തെ ദേഷ്യത്തിന് പറ്റിപ്പോയതാണ്. സോറി. ശിവ അത് പറഞ്ഞപ്പോൾ അഞ്ജലി ചിരിക്കുക തന്നെയായിരുന്നു. സാരമില്ല, അങ്ങനെയൊക്കെ സംഭവിക്കണമെന്നുണ്ടാകും. സാരമില്ല, അവൾ പറഞ്ഞു. ദേഷ്യമില്ലേ എന്നോട്? ഉപദ്രവിച്ചിട്ടും ഹോസ്പിറ്റൽ തല്ലി തകർത്തിട്ടുമൊന്നും? ഞാൻ കാണണമെന്ന് പറഞ്ഞു വിളിച്ചപ്പോൾ വരാമെന്ന് സമ്മതിച്ചില്ലേ? ദേഷ്യമൊന്നും തോന്നിയില്ലേ? ശിവയ്ക്ക് അതുമാത്രമേ അവളോട് അപ്പോൾ ചോദിക്കണമെന്നുണ്ടായിരുന്നുള്ളൂ. ഇല്ല, വിളിച്ചപ്പോൾ സന്തോഷം തോന്നി. പിന്നെ ഈ മുറിവൊന്നും കാര്യമാക്കണ്ടട്ടോ. അത് പണ്ട് കുഞ്ഞുനാളിലാണെങ്കിലും അച്ഛനും ഏട്ടന്മാരുമൊക്കെ ദേഷ്യം വരുമ്പോൾ ഉപദ്രവിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ എനിക്ക് കിട്ടാറുണ്ടായിരുന്നു. പിന്നെ അമേരിക്കയിലേക്ക് പോയ ശേഷമാണ് ശരീരത്തിൽ മുറിവിൻ്റെ പാടുകൾ ഉണങ്ങി തുടങ്ങിയത്. ഇപ്പോൾ ഏറെ കാലത്തിന് ശേഷം ഇതാദ്യമാ. സാരമില്ല, ശിവേട്ടൻ വിളിച്ചതെന്തിനാണെന്ന് പറഞ്ഞില്ല. അവൾ അത് പറയുമ്പോൾ അവളെന്ന പെൺകുട്ടി ശിവയ്ക്കൊരു അത്ഭുതമാവുകയായിരുന്നു. അത്രയൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടും ഉപദ്രവിച്ചിട്ടും മുറിവ് പറ്റിയിട്ടും ഒരു പരിഭവവുമില്ലാതെ തന്നോട് സംസാരിക്കുന്ന അവളെ ശിവ കണ്ണെടുക്കാതെ തന്നെ നോക്കി. ഞാൻ ഉപദ്രവിച്ചു പോയതിന് മാപ്പ് പറയണം. പിന്നെ ഹോസ്പിറ്റൽ തല്ലി തകർത്തതിന് നഷ്ടപരിഹാരം ചെയ്യണം. അത് രണ്ടും പറയാൻ വേണ്ടിയാണ്. എന്തു വേണമെങ്കിലും ചെയ്തു തരാം. പറ്റിപ്പോയി. തെറ്റ് തിരുത്താൻ ഒരവസരം. ശിവ അത് പറഞ്ഞപ്പോൾ അഞ്ജലിയുടെ കണ്ണ് രണ്ടും നിറഞ്ഞൊഴുകുകയായിരുന്നു. പെട്ടെന്ന് തന്നെ അവൾ സങ്കടം സഹിക്കാനാവാതെ അവിടെ നിന്ന് മുഖം പൊത്തി കരഞ്ഞു. അത് കണ്ട ശിവയ്ക്കും പെട്ടെന്ന് വല്ലാതെയായി. താൻ കരയല്ലേ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല, വിഷമിക്കല്ലേ. ശിവ അവളെ ആശ്വസിപ്പിക്കാനായി പറഞ്ഞു. അവൾ പെട്ടെന്ന് അവളുടെ കണ്ണ് തുടച്ചു. എന്നിട്ട് ശിവയുടെ മുഖത്തേക്ക് സ്നേഹത്തോടെ നോക്കി. എന്നിട്ട് അവളുടെ തോളിലുണ്ടായിരുന്ന ഹാൻഡ് ബാഗ് തുറന്ന് അതിൽ നിന്നൊരു കുഞ്ഞു ഡയറി എടുത്തു. അത് ശിവയ്ക്ക് നേരെ നീട്ടി. എന്നിട്ട് പറഞ്ഞു, ഇതൊന്നു നോക്കിയേ. ശിവ അപ്പോൾ അവൾ കാണിച്ച ഡയറിയിലേക്ക് നോക്കിയപ്പോൾ അതിലൊരു കുഞ്ഞു ഫോട്ടോ ഉണ്ടായിരുന്നു. ഒരു ട്രൗസറും ബനിയനും ഇട്ടുകൊണ്ട് ഒരു കുഞ്ഞു പയ്യനും അതിനടുത്ത് ഒരു മഞ്ഞ കുഞ്ഞുടുപ്പിട്ടുകൊണ്ട് ഒരു ചെറിയ പെൺകുട്ടിയും. ശിവേട്ടന് മനസ്സിലായില്ലേ? ശിവേട്ടൻ്റെയും എൻ്റെയും പഴയ ഫോട്ടോയാ. അമ്മയുടെ ആൽബത്തിലുള്ളതാ. സത്യത്തിൽ ആ ഫോട്ടോ കണ്ടപ്പോൾ ശിവ വല്ലാതെ ഞെട്ടി. ഈ ഫോട്ടോ ഇവളുടെ കയ്യിൽ ഇപ്പോഴും. അവനത് വല്ലാത്തൊരത്ഭുതമായിരുന്നു. കുഞ്ഞുനാൾ മുതലേ എൻ്റെ ഡയറിയിലുണ്ടിത്. അച്ഛനും ഏട്ടന്മാരുമൊക്കെ ഒരുപാട് ഉപദ്രവിക്കുമ്പോഴും എനിക്ക് സ്നേഹം തന്നത് ശിവേട്ടൻ്റെ അമ്മയും അച്ഛനും ശിവേട്ടനുമൊക്കെയാണ്. 2 ഏട്ടന്മാരുണ്ടെങ്കിലും കുഞ്ഞുനാളിൽ ഞാൻ ശിവേട്ടൻ്റെ പിറകെ ആയിരുന്നു. ഇപ്പോൾ എന്നോട് ശത്രുതയും ദേഷ്യവും ഒക്കെ ആണെങ്കിലും അന്ന് ശിവേട്ടൻ എന്നെ വലിയ കാര്യമായിരുന്നു. ആ സ്നേഹം എനിക്കിപ്പോഴും ഏട്ടനോടുണ്ട്. കുഞ്ഞുനാൾ മുതലേ കയ്യിലുള്ളതാ ഈ ഫോട്ടോ. എനിക്ക് നഷ്ടപരിഹാരം തരാൻ വേണ്ടി ഒന്നുമല്ല കേട്ടോ ഞാൻ വീട്ടിൽ വന്നത്. വീട്ടിൽ നിന്ന് ആകെ കിട്ടിയ ഷെയറായിരുന്നു. അത് നഷ്ടപ്പെട്ടപ്പോൾ സങ്കടം തോന്നി. പക്ഷേ കുഴപ്പമില്ല. ഒന്നുമില്ലെങ്കിലും പഠിച്ചൊരു ജോലി കയ്യിലുണ്ടല്ലോ. ഏത് നാട്ടിൽ പോയാലും പണിയെടുത്ത് ജീവിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ശിവേട്ടൻ വിളിച്ചപ്പോൾ ഞാൻ ഓടി വന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. ഒരു ഉപദേശമായിട്ട് കാണുകയും അരുത്. എന്നാലും പറയുകയാണ്. എൻ്റെ അച്ഛനോടും ഏട്ടന്മാരോടുമുള്ള ദേഷ്യം മനസ്സിൽ വെച്ച് ശിവേട്ടൻ്റെ ജീവിതം നശിപ്പിക്കരുത്. നാട്ടിൽ വന്നപ്പോളാ ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. രാമൻ നായർ പറഞ്ഞു.
അവരൊക്കെ എല്ലാം പിടിച്ചെടുത്ത് ഹാപ്പിയായി ജീവിക്കുമ്പോൾ ശിവേട്ടൻ മാത്രം ആ ഒരു പകയുടെ പേരിൽ ഇങ്ങനെ ജീവിതം നശിപ്പിക്കരുത്. പിടിച്ചെടുത്തതും തട്ടിപ്പറിച്ചതുമൊക്കെ എല്ലാവരും കൈവശപ്പെടുത്തിക്കോട്ടെ. എല്ലാവർക്കും എല്ലാത്തിനുമുള്ള ശിക്ഷ കാലം കൊടുത്തോളും ശിവേട്ട. ആരുടെയും കണ്ണ് നനയിച്ച ആരും ഈ ഭൂമിയിൽ സുഖമായി അവസാനിച്ചിട്ടില്ല. അവരുടെയൊക്കെ മുൻപിൽ ശിവേട്ടൻ നന്നായി ജീവിച്ച് കാണിച്ചു കൊടുക്കണം. അവരോടുള്ള ദേഷ്യവും വാശിയും തീർക്കുമ്പോഴും ശിവേട്ടനെ ഓർത്ത് കണ്ണ് നിറയുന്ന ഒരമ്മ വീട്ടിലുണ്ട്. ആ അമ്മയ്ക്ക് വയസ്സുകാലത്ത് കൊടുക്കാവുന്ന സന്തോഷം അത് കൊടുക്കാൻ ശിവേട്ടന് മാത്രമേ കഴിയൂ. നന്നായി ജീവിച്ച് കാണിച്ചു കൊടുക്കണം എല്ലാവരുടെ മുൻപിലും. അമ്മാവനാണ് ശിവേട്ടൻ്റെ മനസ്സിൽ പക നിറയ്ക്കുന്നത് എന്ന് രാമൻ നായർ പറഞ്ഞു. അത് ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ പറയുകയാണ്, ശിവേട്ടൻ ഇങ്ങനെ തല്ലും വഴക്കും കേസും കൂട്ടവും ഒക്കെയായി നടക്കുമ്പോഴും ഇതെല്ലാം ഉപദേശിച്ചു തരുന്ന അമ്മാവൻ്റെ 2 മക്കളും അമ്മാവനോടൊപ്പം സുരക്ഷിതരല്ലേ? അവരെ ആരെങ്കിലും കേസിനോ കൂട്ടത്തിനോ തല്ലിനോ വഴക്കിനോ അമ്മാവൻ വിടുന്നുണ്ടോ? കൂട്ടത്തിൽ ശിവേട്ടൻ്റെ സ്വത്തുക്കളും അവർ അനുഭവിക്കുന്നു. മനസ്സിൽ പക കുത്തി നിറയ്ക്കാനും നശിപ്പിക്കാനുമൊക്കെ എല്ലാവരും കാണും. പക്ഷേ ജീവിതം നമ്മുടേതാണ്. അതെങ്ങനെ ജീവിക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാം. സത്യത്തിൽ അഞ്ജലി അത് പറഞ്ഞപ്പോൾ ശിവയ്ക്ക് പെട്ടെന്ന് ഉള്ളിൽ നിന്ന് അതുവരെ ഇല്ലാതിരുന്ന എന്തോ ഒരു ബോധം അപ്പോൾ ഉണ്ടാവുകയാണ് ചെയ്തത്. ജീവിതത്തിൽ ഇത്ര കാലം അവൻ ചിന്തിക്കാത്ത ഒരു കാര്യം, ഇത്രയൊക്കെ പക തൻ്റെ ഉള്ളിൽ നിറച്ച് ഈ കണ്ട അടിയും വഴക്കും ഒക്കെ തന്നെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കുമ്പോഴും അമ്മാവൻ ഇതുവരെ അമ്മാവൻ്റെ മക്കളെ തൻ്റെ കൂടെ ഒന്നിനും വിട്ടിട്ടില്ല. ഇന്നുവരെ അവരുടെ പേരിൽ ഒരു കേസില്ല. അഞ്ജലി പറയുന്ന കാര്യം എത്ര സത്യമാണെന്ന് അവനൊരു നിമിഷം ബോധോദയം തോന്നി. അവൾക്ക് മുന്നിൽ വല്ലാതെ ചെറുതായ പോലെയും ശിവയ്ക്ക് തോന്നി. ഒരു നിമിഷം ഞെട്ടലോടെ അവളുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവൻ അങ്ങനെ നിന്നു. അഞ്ജലി അപ്പോൾ സ്നേഹത്തോടെ അവൻ്റെ കണ്ണിലേക്ക് തന്നെ നോക്കി. എനിക്ക് കുറേ നേരം നിന്ന് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. മുറിവൊക്കെ പറ്റിയതുകൊണ്ട് തന്നെ പനിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ഞാൻ പോയിക്കോട്ടെ. എന്താവശ്യമുണ്ടെങ്കിലും എൻ്റെ ഫോണിൽ വിളിച്ചാൽ മതി. ഞാൻ ശിവേട്ടൻ വിളിച്ചപ്പോൾ ഒന്ന് കണ്ടിട്ട് പോകാൻ വന്നു എന്നേ ഉള്ളൂ. ശരിക്ക് പറഞ്ഞാൽ വയ്യ. എല്ലാം മാറി ഫ്രീ ആയിട്ട് ഞാൻ വിളിക്കാം. അപ്പോൾ ശിവേട്ടന് കഴിയുമെങ്കിൽ കുറച്ചു നേരം കൂടെ എന്നോടൊന്ന് സംസാരിക്കണം. നഷ്ടപരിഹാരമൊന്നും എനിക്ക് വേണ്ട കേട്ടോ. ശിവേട്ടൻ്റെ അച്ഛനെ പറ്റിച്ച് കുറേ സമ്പാദിച്ചിട്ടുണ്ട് എൻ്റെ വീട്ടുകാർ. അതിലൊരു ചെറിയ വിഹിതം അങ്ങനെ പോയെന്ന് ഞാൻ കരുതിക്കോളാം. ഒന്നും സാരമില്ല. ഞാൻ പറഞ്ഞതൊക്കെ ശിവേട്ടനൊന്ന് ആലോചിച്ച് നോക്കിയിട്ട് നന്നായിട്ട് ജീവിക്കണം കേട്ടോ. നാട്ടിൽ വന്ന് ശിവേട്ടൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ശരിക്കും വിഷമം തോന്നിയിട്ട് പറയുകയാണ്, ആരുടെ മുന്നിലും ചെറുതായി പോവരുത്. ആർക്കും ഒരു കോമാളിയായി നിന്ന് കൊടുക്കുകയും ചെയ്യരുത്. പോട്ടെ. അവൾ അത് പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ ശിവയെ നോക്കി. ശിവയുടെ 2 കണ്ണും അപ്പോൾ നിറഞ്ഞിരുന്നു. ഇത്ര നാളും തൻ്റെ ഭാഗം മാത്രമാണ് ശരി. താനൊരു വലിയ സംഭവമാണെന്ന് വിചാരിച്ചിരുന്ന ശിവ അവളുടെ വാക്കുകൾക്ക് മുന്നിൽ എത്രയോ ചെറുതായി പോയിരുന്നു. ഒപ്പം അവളോടെന്തോ അത്രമേൽ വല്ലാത്തൊരു സ്നേഹം അവനപ്പോൾ തോന്നുകയായിരുന്നു. അഞ്ജലി അപ്പോൾ ശിവയ്ക്ക് അരികിലേക്ക് വന്നു. അവൻ്റെ കവിളിലൊന്ന് മെല്ലെ തൊട്ടു. അവളുടെ തണുത്ത വിരലുകൾ മുഖത്ത് പതിഞ്ഞപ്പോൾ ശിവ അവളെ സ്നേഹത്തോടെ നോക്കി. എന്നിട്ട് അവൾ ഒന്ന് മുഖമുയർത്തിക്കൊണ്ട് അവൻ്റെ കവിളിൽ മെല്ലെ ഒരു ഉമ്മ കൊടുത്തു. ശിവ ആ നിമിഷം വല്ലാതെ ഞെട്ടിപ്പോയിരുന്നു. അവനൊട്ടും പ്രതീക്ഷിക്കാത്ത കാര്യമായിരുന്നു അത്. അവൻ്റെ കവിളിൽ സ്നേഹത്തോടെ ഒരു ഉമ്മ വെച്ച് പിറകോട്ട് നിൽക്കുമ്പോൾ അഞ്ജലിയുടെ 2 കണ്ണും നിറഞ്ഞൊഴുകുകയായിരുന്നു. നന്നായി ജീവിക്കണം കേട്ടോ. എൻ്റെ അമ്മയ്ക്ക് അത്രയും ഇഷ്ടമായിരുന്നു ശിവേട്ടനെ. എനിക്കും. ശിവ ഒരു വില്ലനാണെന്നോ ഗുണ്ടയാണെന്നോ ഒന്നുമല്ല ആളുകൾ പറയേണ്ടത്. ശിവ നല്ലവനാണെന്ന് പറയണം. ഗംഗാധരൻ മാഷിൻ്റെ സ്നേഹമുള്ള മോനാണെന്ന് പറയണം. അമ്മയ്ക്ക് നല്ലൊരു മോനാവണം. അതുമാത്രം ചിന്തിച്ചാൽ മതി. അത്രയൊക്കെ നമുക്ക് ഈ കുഞ്ഞു ലൈഫിൽ വേണ്ടൂ. വരട്ടെ. അഞ്ജലി അവളുടെ കണ്ണ് തുടച്ചുകൊണ്ട് ഗാർഡനിൽ നിന്നും മെല്ലെ പുറത്തേക്ക് നടന്നു. കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ ശിവ അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അവൾ മെല്ലെ നടന്ന് പുറത്തേക്കെത്തിയതും റോഡിലൂടെ ഒരു ഓട്ടോ പോകുന്നത് കണ്ടു. അവൾ കൈ കാണിച്ചുകൊണ്ട് അതിൽ കയറി. ഓട്ടോയിലിരുന്നു കൊണ്ട് ശിവയെ നോക്കി. പുഴയോരത്തെ കാറ്റപ്പോൾ അവൻ്റെ മുടികളെ പാറിപ്പറപ്പിക്കുന്നുണ്ടായിരുന്നു. ഒപ്പം കരഞ്ഞു കലങ്ങിയ അവൻ്റെ കണ്ണുകളും. ഓട്ടോയിലിരുന്ന് ചിരിച്ചുകൊണ്ട് അഞ്ജലി ശിവയ്ക്ക് ടാറ്റ കാണിച്ചു. മനസ്സിൽ എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച പോലെ ശിവയും അവൻ്റെ തലയാട്ടിക്കൊണ്ട് കൈ ഉയർത്തി കാണിച്ചു. അഞ്ജലിയുടെ ഓട്ടോ അവിടെ നിന്ന് പോയപ്പോൾ ശിവ തിരിഞ്ഞു പുഴയിലേക്ക് തന്നെ നോക്കി നിന്നു. പെട്ടെന്നാണ് അവൻ്റെ ഫോൺ റിങ് ചെയ്തത്. അവൻ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അത് അമ്മാവൻ്റെ കോളായിരുന്നു. ശരിക്കു പറഞ്ഞാൽ അമ്മാവൻ്റെ വാക്ക് മാത്രം കേട്ട് അമ്മാവൻ്റെ ഒരു ഗുണ്ടയെ പോലെ ചലിച്ചിരുന്ന അവന് അപ്പോൾ അയാളുടെ കോള് കണ്ടപ്പോൾ തന്നെ ദേഷ്യം വരാൻ തുടങ്ങി.
അതെ, അഞ്ജലിയുടെ ഒരു വാക്ക്, ആ ചെറിയ വാക്ക് അവനെ ബോധമുള്ളവനാക്കി മാറ്റിക്കഴിഞ്ഞിരുന്നു. മനസ്സിൽ എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചിട്ടെന്ന പോലെ ശിവ അമ്മാവൻ്റെ കോൾ ജീവിതത്തിൽ ആദ്യമായി കട്ട് ചെയ്തു. എന്നാൽ തൊട്ടടുത്ത നിമിഷം തന്നെ അമ്മാവൻ വീണ്ടും വിളിച്ചു. വല്ലാതെ ദേഷ്യം തോന്നി അവൻ കോൾ കട്ട് ചെയ്ത് അമ്മാവൻ്റെ നമ്പറും ബ്ലോക്ക് ചെയ്തിട്ട് പുഴയിലേക്ക് നോക്കി നിന്നു. അവൻ്റെ മനസ്സിൽ നിറയെ അപ്പോൾ അവൾ മാത്രമായിരുന്നു. പ്രതീക്ഷിക്കാതെ ഇന്നലെ വൈകിട്ട് അവളെ കണ്ടതും ഈ നിമിഷം വരെയുള്ള എല്ലാ കാര്യങ്ങളും ശിവ ആലോചിച്ചുകൊണ്ടേയിരുന്നു. ദൈവമായിട്ട് അവൻ്റെ ഉള്ളിൽ തിരിച്ചറിവിൻ്റെയോ സ്നേഹത്തിൻ്റെയോ പുതിയ നാമ്പുകൾ വിതറിയിട്ട പോലെ അവന് തോന്നി. അവൻ്റെ കണ്ണുകൾ കണ്ണെത്താ ദൂരത്തോളം ഒഴുകുന്ന ആ പുഴയിലേക്ക് തന്നെയായിരുന്നു. ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞുപോയി. അഞ്ജലിയുടെ ഹോസ്പിറ്റൽ പഴയതിലും ഗംഭീരമായി അത്യാധുനിക സൗകര്യങ്ങളോടെ ടൗണിൽ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഏറെ ദിവസങ്ങൾക്ക് ശേഷമുള്ള ഒരു രാത്രി ശിവയുടെ വീട് ശാന്തമായിരുന്നു. അവൻ ഫോണിൽ നോക്കിക്കൊണ്ട് അവൻ്റെ റൂമിലേക്ക് വന്നു. റൂമിലപ്പോൾ അഞ്ജലി ശിവയുടെ കുഞ്ഞിന് പാലൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ശിവ ഫോൺ അവിടെ മേശപ്പുറത്ത് വെച്ച് അഞ്ജലിക്കരികിൽ വന്നിരുന്നു. അമ്പടി കള്ളി, നീ പിന്നെയും ഉണർന്ന് പാലുകൂടി തുടങ്ങിയോ? പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞിൻ്റെ കുഞ്ഞിക്കാലിൽ പിടിച്ചുമ്മ വെച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ഞാനും വിചാരിച്ചു ഇനി എണീക്കില്ലെന്ന്. ആള് തട്ടിപ്പിടഞ്ഞു കുഞ്ഞു കരച്ചിലുമായി ഇങ്ങോട്ട് തന്നെ എഴുന്നേറ്റു. അഞ്ജലി ഒരു കൊഞ്ചലോടെ ശിവയോട് പറഞ്ഞു. ശബ്ദമൊന്നും കേൾക്കാതിരുന്നപ്പോൾ ഞാനും വിചാരിച്ചത് ഉറങ്ങിയെന്ന് തന്നെയാ. ഇന്ന് മിക്കവാറും നമുക്ക് ശിവരാത്രിയാവുമല്ലേ? ശിവ അഞ്ജലിയെ നോക്കി. അഞ്ജലി അപ്പോൾ ചെറിയൊരു ചിരിയോടെ അവൻ്റെയും കുഞ്ഞിൻ്റെയും മുഖത്തേക്ക് മാറി മാറി നോക്കി. അമ്മ കിടന്നോ ഏട്ടാ? അഞ്ജലി ശിവയോട് ചോദിച്ചു. ഓ കിടന്നു. നാളെ കുഞ്ഞിൻ്റെ നൂലുകെട്ടിന് സമയം കുറിക്കാൻ ജോത്സ്യൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു. ആ, അമ്മ വൈകിട്ട് എന്നോട് പറഞ്ഞിരുന്നു. അഞ്ജലി ശിവയെ നോക്കി. ശിവ അപ്പോൾ അഞ്ജലിയോട് ഒന്ന് ചേർന്നിരുന്നു. അവളുടെ കഴുത്തിലേക്ക് അവൻ്റെ മുഖം ചേർത്ത് വെച്ച് അരയിലൂടെ കൈയിട്ട് ഒരു കൈകൊണ്ട് കുഞ്ഞിനെയും ഒരു കൈകൊണ്ട് അവളുടെ അരയിലും മുറുക്കി പിടിച്ച് അവളോട് പറ്റി ചേർന്നിരുന്നു. അഞ്ജലി അപ്പോൾ നിറഞ്ഞ മനസ്സോടെ ചിരിച്ചുകൊണ്ട് മെല്ലെ അവളുടെ കൈകൊണ്ട് ശിവയുടെ കവിളിൽ തലോടി. എന്നിട്ട് ചോദിച്ചു. എന്തേയ്, എന്തു പറ്റി? ഏയ് ഒന്നുമില്ല, അമ്മ ഇപ്പോൾ കൂടെ പറഞ്ഞതേ ഉള്ളൂ നിന്റെ കണ്ണ് നനയാതെ നോക്കണമെന്ന്. ശരിക്കും പറഞ്ഞാൽ നീ വന്ന ശേഷം ഞാൻ അനുഭവിക്കുന്ന ഒരു സന്തോഷം എത്ര വലുതാണെന്ന് പറഞ്ഞറിയിക്കാനാവുന്നില്ല അഞ്ജലി. ഇപ്പോൾ ആ സന്തോഷം ഇരട്ടിപ്പിച്ചുകൊണ്ട് നമ്മുടെ കുഞ്ഞും വന്നു. നീ അന്ന് പറഞ്ഞൊരു വാക്കാണ് എന്നെ ജീവിപ്പിച്ചത്. നിന്റെ അച്ഛനോടുള്ള ദേഷ്യവും മനസ്സിലിട്ട് അമ്മാവൻ്റെ വാക്ക് കേട്ട് ഒരു കോമാളിയായി ജീവിക്കരുതെന്ന്. ആ ഒരു വാക്കിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഈ സന്തോഷമൊക്കെ എന്താണെന്ന് എനിക്കറിയാൻ കഴിയുന്നത്. ഇന്ന് എൻ്റെ കുഞ്ഞ് നിന്റെ മടിയിലിരുന്ന് പാല് കുടിക്കുന്നതും നീ അന്ന് കാണിച്ച ആ സ്നേഹത്തിൻ്റെ മുകളിലാണ്. എന്താ ഞാൻ പകരം തരേണ്ടത്? ശിവ ഒന്നുകൂടെ അവളുടെ കഴുത്തിൽ മുഖമുരുമിക്കൊണ്ട് ചോദിച്ചു. ഒന്നും വേണ്ട. അച്ഛൻ്റെയും ഏട്ടന്മാരുടെയും ഒക്കെ എതിർപ്പുകൾ അവഗണിച്ചുകൊണ്ട് അമ്മാവനെ വെറുപ്പിച്ചുകൊണ്ട് ആരെയും പേടിക്കാതെ എനിക്കൊരു ജീവിതം തന്നില്ലേ? എൻ്റെ മടിയിൽ ഒരു കുഞ്ഞിനെ തന്നില്ലേ? എന്നെ പ്രാണനായി നോക്കുന്നില്ലേ? ആരുമില്ലാതെ സ്വന്തം വീട്ടിലെ ജോലിക്കാരിയെ പോലെ കഴിയേണ്ടി വരുന്ന എന്നെപ്പോലൊരു പെൺകുട്ടിയെ സംബന്ധിച്ച് ഇതിൽ കൂടുതൽ എന്തു ഭാഗ്യമായിട്ടാ വേണ്ടത്? അവൾ അത് പറഞ്ഞ് കണ്ണു നിറച്ചപ്പോൾ ശിവ വേഗം അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു. എന്നിട്ട് പിറകിലൂടെ തന്നെ അവളുടെ മുഖത്ത് അമർത്തി ഒരു ഉമ്മ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു. നശിച്ചു പോകാൻ 1000 കാര്യങ്ങളുണ്ടാകുമ്പോൾ ജീവിക്കാൻ പുണ്യത്തിൻ്റെ എന്തെങ്കിലും ഒരംശം ദൈവം നമുക്ക് ഇട്ടുതരും. പ്രാണനാണ് എനിക്ക് നീ, എൻ്റെ പുണ്യം. എത്ര സ്നേഹിച്ചിട്ടും മതിയാവുന്നില്ല. ഇനിയൊരു ജന്മം കൂടി നിന്നോടൊപ്പം തരണമേ എന്ന് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന. അവൻ അത് പറഞ്ഞുകൊണ്ട് ഒന്നുകൂടെ അരയിലൂടെ കൈയിട്ട് പിടിച്ച് അവളെ മുറുക്കി. അഞ്ജലി അപ്പോൾ അവളുടെ 2 കണ്ണുകളും ഇറുക്കി അടച്ചു. അവളുടെ കണ്ണിൽ നിന്നും അപ്പോൾ കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു. കുഞ്ഞുറങ്ങിക്കഴിഞ്ഞ ശേഷം കുഞ്ഞിനെ തൊട്ടിലിൽ കിടത്തി ശിവയുടെ നെഞ്ചോരം ചേർന്ന് കിടക്കുമ്പോൾ ഈ ലോകത്ത് തനിക്ക് ഏറ്റവും സുരക്ഷിതമായ ഒരിടം അവൻ്റെ നെഞ്ചാണെന്ന് അവൾക്കറിയാമായിരുന്നു. തൻ്റെ ഏറ്റവും വലിയ പുണ്യം തൻ്റെ പെണ്ണാണെന്ന് ശിവയ്ക്കും അറിയാമായിരുന്നു. ആ രാത്രിയിൽ 100 കോടി സ്നേഹത്തോടെ ഉമ്മകൾ കൊണ്ട് അവൻ അവളെ മൂടുമ്പോൾ അവർ 2 പേരും ശരിക്കും ഭൂമിയിലല്ലായിരുന്നു. ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും സ്വർഗത്തിൽ തന്നെയായിരുന്നു. സ്നേഹത്തോടെ അവൻ്റെ പെണ്ണിലേക്ക് അവൻ പടർന്നു കയറുമ്പോൾ തൊട്ടടുത്തുള്ള തൊട്ടിലിൽ കിടന്ന് അവരുടെ കുഞ്ഞു മാലാക ഉറക്കത്തിൽ ഇളം ചിരിയാലെ സ്വപ്നം കണ്ട് പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. ശിവയ്ക്ക് ലഭിച്ച തിരിച്ചറിവിൻ്റെ പുതിയൊരു ജീവിതവും അഞ്ജലി എന്ന പെണ്ണിൻ്റെ ഏറ്റവും വലിയ സുരക്ഷിതത്വവുമായിരുന്നു ആ ജീവിതം. പാതിമെയ്യും ഒരു മനസ്സുമായി കൊണ്ടുള്ള അത്രമേൽ പുണ്യം തുളുമ്പുന്ന ഒരു ജീവിതം.